അപ്പോൾ നിങ്ങൾക്ക് കണ്ണൂർ യൂണിവേഴ്സിറ്റിക്കാർക്ക് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിലെ ഒരു ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതും നിങ്ങൾക്കും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലുള്ള രീതിയിലാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. എക്സാംസ് ബേസ് ചെയ്ത് നോക്കുമ്പോൾ ലിക്വിഡേഷൻ ഓഫ് കമ്പനി എന്നുള്ളതിൻ്റെ പ്രോബ്ലംസ് എന്നുള്ള രീതിയിൽ അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. പക്ഷെ നമ്മൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് സിമ്പിളായിട്ട് ചോദിച്ചാൽ എങ്ങനെ അത് ചെയ്യണം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് സിമ്പിളായിട്ട് നോക്കിയപ്പോൾ ഫോമാറ്റ് പഠിച്ചു വെക്കാം. ഓക്കെ, മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിനകത്ത് പഠിക്കേണ്ട 2 ഫോമാറ്റ് ഉണ്ട്. അപ്പോൾ ആ ഫോമാറ്റുകൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഫോമാറ്റ് മാത്രമായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഫോമാറ്റ് പഠിച്ചു വെക്കാൻ നല്ല രീതിയിൽ അതിനകത്ത് ചെറിയ സിമ്പിളായിട്ടുള്ളൊരു പ്രോബ്ലം നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ വളരെ സിമ്പിളായിട്ടുള്ളതാണ്, വളരെ കോംപ്ലിക്കേറ്റഡ് കാര്യങ്ങളൊന്നും ചെയ്യാൻ പോകുന്നില്ല. ബേസ്ഡ് ഓൺ നിങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പോർഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് തന്നെ ലിക്വിഡേഷൻ ഓഫ് എ കമ്പനി. ഓക്കെ, എന്താണെന്നുള്ളത് അറിഞ്ഞു വെക്കാം. ഓക്കെ, കാരണം വേറൊന്നുമല്ല, ഈ ലിക്വിഡേഷൻ, വാട്ട് ഇസ് ലിക്വിഡേഷൻ ഓഫ് എ കമ്പനി എന്നോ ഡിഫൈൻ ലിക്വിഡേഷൻ ഓഫ് എ കമ്പനി എന്നുള്ള രീതിയിൽ ചിലപ്പം 1 മാർക്കിന് 2 മാർക്ക് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ലിക്വിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ ഫോർമൽ പ്രോസസ് ഓഫ് ടെർമിനേറ്റിംഗ് ദി ലൈഫ് ഓഫ് എ കമ്പനി. ഓക്കെ, ഇതെന്താണ്? ഇറ്റ്സ് എ ഫോർമൽ പ്രോസസ്സാണ്. ഓക്കെ, ഫോർമൽ പ്രോസസ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഫോർമൽ എന്ന് പറയുന്നത് എന്താണ്? ഒരു നമ്മുടെ ബേസിക് ആയിട്ട് ചുമ്മാ ഒരാൾക്ക് വന്നിട്ട് വെറുതെ ആ കമ്പനി ഞാൻ നിർത്താൻ പോവാണെന്ന് പറഞ്ഞ് നമുക്ക് നിർത്താൻ പറ്റില്ല. ഓക്കെ, നമുക്ക് എന്ത് വേണം? അതൊരു ഫോർമൽ ആയിട്ടുള്ള രീതിയിൽ വേണം അത് ചെയ്യാൻ പോകാൻ. എന്തിനാണ് ഫോർമൽ പ്രോസസ് ഓഫ് ടെർമിനേറ്റിംഗ് ദ ലൈഫ് ഓഫ് എ കമ്പനി? ഒരു കമ്പനിയുടെ ലൈഫ് നിർത്താൻ വേണ്ടി അല്ലേ? കമ്പനി എന്ന് പറഞ്ഞാൽ നമ്മൾ ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്ന് പറഞ്ഞു. അപ്പോൾ ആർട്ടിഫിഷ്യൽ പേഴ്സൺ, അതുകൊണ്ടാണ് ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആയതുകൊണ്ട് തന്നെ പേഴ്സൺ ആണല്ലേ. ആർട്ടിഫിഷ്യൽ ആണെങ്കിലും അല്ലാത്തയാണെങ്കിലും പേഴ്സൺ എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ അഭിസംബോധന ചെയ്യുന്നതുകൊണ്ടാണ് ടെർമിനേറ്റിംഗ് ദ ലൈഫ് ഓഫ് എ കമ്പനി എന്നുള്ള ലൈഫ് ഓഫ് എ കമ്പനി എന്നുള്ള രീതിയിൽ പറയുന്നത്. ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണെങ്കിൽ അതിൻ്റെ ജീവിതം നമ്മൾ നിർത്താൻ പോകുന്നു എന്നുള്ള ഉദ്ദേശമാണ് എന്താണ് കൊടുത്തേക്കുന്നത്? ടെർമിനേറ്റിംഗ് ദ ലൈഫ് ഓഫ് എ കമ്പനി. ഒരു കമ്പനിയുടെ ലൈഫ് നമ്മൾ നിർത്താൻ പോകുക, അല്ലെങ്കിൽ ഒരു കമ്പനി നമ്മൾ എൻഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ആൻഡ് ഇതെന്താണ് ഉദ്ദേശിച്ചത്? ലീഗൽ പ്രോസസ് ബൈ വിച്ച് എ കമ്പനി കംസ് ടു ആൻ എൻഡ്. ഓക്കെ, അപ്പോൾ ലിക്വിഡേറ്റിംഗ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഒരു കമ്പനി നമ്മൾ എൻഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇറ്റ്സ് ഓൾസോ നോൺ ആസ് വൈൻഡിങ് അപ്പ് ഓഫ് ദി കമ്പനി. ഓക്കെ, അപ്പം ആക്ച്വലി ലിക്വിഡേഷനും വൈൻഡിങ്ങും തമ്മിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, പക്ഷെ നമ്മൾ കൂടുതൽ പറയുന്നത് വൈൻഡിങ് അപ്പ് ഓഫ് എ കമ്പനി എന്നുള്ള രീതിയിൽ നിന്ന് പറഞ്ഞാണ് ത്രൂ ഔട്ട് പറയുന്നത്. ആ ഡിഫറൻസ് ഒന്നും അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല, അതുകൊണ്ട് നമ്മൾ അതിലോട്ട് പോകുന്നില്ല. അപ്പോൾ ലിക്വിഡേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ ലൈഫ് നമ്മൾ എൻഡ് ചെയ്യാൻ പോവാണ്, അല്ലെങ്കിൽ ഒരു കമ്പനി നമ്മൾ നിർത്താൻ പോവുക എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക, കാരണം അതിൽ നിന്നും കുറച്ച് ക്വസ്റ്റ്യൻസ് 1 മാർക്ക് 2 മാർക്ക് എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് നോക്കാം. ഇനി ലിക്വിഡേഷൻ്റെ ഒരു പ്രോസസ്സ് ചുമ്മാ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. ഡിപ്പെൻസ് അപ്പോൾ ഒരു മാർക്ക് അനുസരിച്ച് എഴുതാം. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ ചെറിയ മാർക്കിനാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതിന് മീനിങ് എഴുതിയാൽ മതി. ചിലപ്പോൾ അത് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. വെൻ ലിക്വിഡേഷൻ നമ്മൾ പറഞ്ഞു എന്താണ്? ഒരു കമ്പനി നമ്മൾ നിർത്താൻ പോവുകയാണല്ലേ, അത് എൻഡ് ചെയ്യാൻ പോകുന്നതിനെയാണ് ലിക്വിഡേഷൻ എന്ന് പറഞ്ഞത്. അപ്പം വെൻ ലിക്വിഡേഷൻ ടേക്സ് പ്ലേസ്, ലിക്വിഡേഷൻ എന്നുള്ള പ്രോസസ്സ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫസ്റ്റ് ചെയ്യുന്ന സംഭവം എന്താണ്? ലിക്വിഡേഷനിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? അസറ്റ്സ് ഓഫ് എ കമ്പനി ആർ സോൾഡ്, out of the proceeds the debts are paid off. Okay, അപ്പോൾ ആദ്യം നമ്മുടെ കയ്യിലിരിക്കുന്ന അസറ്റ് നമ്മൾ വിൽക്കും. ഓക്കെ, ആർക്കാണെങ്കിലും നമ്മളത് വിൽക്കും. നമുക്ക് വിൽക്കുമ്പോൾ നമുക്ക് എന്താണ്? പൈസ കിട്ടും. ഓക്കെ, ആ പൈസ വെച്ചിട്ട് നമുക്കിനി ആർക്കെങ്കിലും കടം കൊടുത്ത് തീർക്കാനുണ്ടെങ്കിൽ അത് കൊടുത്ത് തീർക്കും. ഓക്കെ, അപ്പോൾ ലിക്വിഡേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്പനി നമ്മൾ നിർത്തുവാണ്. അപ്പം ആ നിർത്തുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രോസസ്സിങ് ചെയ്യുന്ന ഒരു സംഭവമാണ് അസറ്റ് ആദ്യം നമ്മൾ വിൽക്കും. എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന എത്ര രൂപയാണോ നമുക്ക് കിട്ടുന്നത് അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുമെന്നാണ് പറഞ്ഞത്? നമ്മുടെ കടങ്ങൾ നമ്മൾ പേ ഓഫ് ചെയ്യും. ഓക്കെ, അടുത്തത് ദ സർപ്ലസ് ഓഫ് എനി ഇസ് ഡിസ്ട്രിബ്യൂട്ടഡ് among the members of the company in proportion to their holding. ഓക്കെ, അത് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഇപ്പം ഞാൻ അസറ്റ് എല്ലാം വിറ്റു. ഓക്കെ, അസറ്റ് എല്ലാം വിറ്റപ്പം എനിക്ക് 1 lakh rupees ആണ് കിട്ടിയത്. അസറ്റ് എല്ലാം വിറ്റപ്പോൾ ഒരു 1 lakh rupees കിട്ടി. ഓക്കെ, പക്ഷെ എനിക്ക് കൊടുത്തു തീർക്കാനുള്ള കടം 2 ലക്ഷം ആണെന്നുണ്ടെങ്കിലും ഓക്കെ, ബാക്കി എന്തെങ്കിലും കാണുമോ? ഇല്ല. 1 ലക്ഷം വിറ്റിട്ട് ബാക്കി പിന്നെ 1 ലക്ഷം കൂടെ നമ്മൾ എവിടെന്നെങ്കിലും ഒപ്പിച്ച് കൊടുക്കേണ്ടി വരും. പക്ഷേ വേറൊരു എക്സാമ്പിൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം 1 lakh രൂപ നമുക്ക് കിട്ടി. ഓക്കെ, 1 ലക്ഷം രൂപ നമുക്ക് ആ അസറ്റ്സ് വിറ്റപ്പം കിട്ടി. അതിൽ ഒരു 50,000 രൂപ ഓക്കെ, 50,000 രൂപ നമുക്ക് ഡെറ്റായിട്ട് പേയ്മെൻറ്റ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ നമുക്ക് കടം തീർക്കാനുള്ളായിരുന്നു. അങ്ങനെ ആയിരുന്നുണ്ടെങ്കിൽ എന്താവുന്നു? ഒരു 50,000 രൂപ നമുക്ക് എക്സ്ട്രാ നമ്മുടെ കയ്യിലിരിക്കും. ഓക്കെ, 50,000 രൂപ, 1 ലക്ഷം രൂപയാണ് അസറ്റ് വിറ്റപ്പം നമുക്ക് കിട്ടിയത്. ഓക്കെ, അതിൽ നിന്ന് 50,000 രൂപ ഉള്ളായിരുന്നു നമുക്ക് കടം തീർക്കാനുള്ളത്. അപ്പം ബാക്കി 50,000 രൂപ, അതാണ് സർപ്ലസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അങ്ങനെ സർപ്ലസ് എന്തെങ്കിലും കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമ്മളത് മെമ്പേഴ്സ് ഓഫ് ദി കമ്പനിക്ക് അത് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. അവരുടെ അതിനും കുറേ റൂൾസും സംഭവം കാര്യങ്ങളുണ്ട്. നമുക്ക് അതിലോട്ടൊന്നും പോകണ്ട. സിമ്പിളായിട്ട് പറഞ്ഞാൽ ബാക്കി വരുന്ന എമൗണ്ട് നമ്മൾ മെമ്പേഴ്സ് ഓഫ് ദി കമ്പനിക്ക് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. ഓക്കെ,
ഇനി അടുത്ത, ദ അഡ്മിനിസ്ട്രേഷൻ ഇസ് അപ്പോയിന്റഡ് ഫോർ കണ്ടക്ടിങ് ദ പ്രൊസീഡിങ്സ് ഓഫ് വൈൻഡപ്പിംഗ് ഇസ് കോൾഡ് എ ലിക്വിഡേറ്റർ. ഓക്കെ, ലിക്വിഡേഷൻ പ്രോസസ് ചെയ്യുന്ന ആൾ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിക്വിഡേറ്റർ. ആൻഡ് ഈ ടേക്സ് the control of the company. It collects and pays its debts and distributes the surplus if any among the members. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അസറ്റ് വിറ്റ് ആ അസറ്റിൽ നിന്ന് വിറ്റതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യും, അത് ഡെറ്റ് വല്ല കടങ്ങളുണ്ടെങ്കിൽ കൊടുത്ത് തീർക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോസസ്സ് സംഭവം കാര്യങ്ങളെല്ലാം ചെയ്യും. സർപ്ലസ് വരുവാണെന്നുണ്ടെങ്കിൽ ഓക്കെ, നമ്മൾ ആ കടങ്ങളെല്ലാം കൊടുത്തതിന് ശേഷം പിന്നെയും നമ്മുടെ കയ്യിൽ അസറ്റ് വിറ്റതിന് ബാക്കി പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും എന്നാണ് പറഞ്ഞത്, അത് നമ്മൾ മെമ്പേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇങ്ങനെയല്ല ഈ പ്രോസസ്സ് എല്ലാം ചെയ്യുന്ന ആരാണ്, ഇത് ലിക്വിഡേറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ലിക്വിഡേറ്റർ ആരാന്ന് പറഞ്ഞാൽ ലിക്വിഡേഷൻ പ്രോസസ്സ് കണ്ടക്ട് ചെയ്യുന്ന ആളെയാണ് നമ്മൾ ലിക്വിഡേറ്റർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഈ മോഡ്സ് ഓഫ് വൈൻഡിങ് അപ്പ് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കുന്നത്, തിയറി ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഏതൊരു വർഷം നിങ്ങൾക്ക് തിയറി ആയിട്ട് ഇത് ചോദിച്ചിട്ടുമുണ്ട്. ഓക്കെ, മോഡ്സ് ഓഫ് വൈൻഡപ്പ് എങ്ങനെയൊക്കെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം എന്നുള്ളതാണ്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ നമുക്ക് കമ്പനി എൻഡ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് മോഡ്സ് ഓഫ് വൈൻഡിങ് അപ്പ് ഒന്നെങ്കിൽ കമ്പൽസറി വൈൻഡിങ് അപ്പ് ബൈ ദി ട്രൈബ്യൂണൽ, അല്ലെങ്കിൽ voluntary winding up. Okay, voluntary winding up initiated by the resolution of company in a general meeting. Okay, അതൊക്കെ സംഭവം കമ്പൽസറി വൈൻഡിങ് അപ്പും വോളണ്ടറി വൈൻഡിങ് അപ്പും. ഓക്കെ, വോളണ്ടറി വൈൻഡിങ് അപ്പ് രണ്ട് രീതിയിലുണ്ട്, മെമ്പേഴ്സ് വോളണ്ടറി വൈൻഡിങ് അപ്പും ക്രെഡിറ്റേഴ്സ് വോളണ്ടറി വൈൻഡിങ് അപ്പ്. ഓക്കെ, എന്താണ് നമുക്ക് നോക്കാം, പക്ഷെ ഇത് ഇങ്ങനെ പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വട്ടം ഞാൻ പറഞ്ഞ പോലെ തിയറി നിങ്ങൾക്ക് ചോദിച്ചിട്ടുണ്ട് ഇതിൻ്റെ. അപ്പോൾ ആ തിയറി എഴുതുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ വരച്ചിട്ട് ജസ്റ്റ് എഴുതുക. ഓക്കെ, ഫസ്റ്റ് വരയ്ക്കുക, ഇങ്ങനെ വരച്ചിട്ട് ഓരോന്ന് എടുത്ത് എഴുതുക. അപ്പം നമുക്ക് ഓരോന്ന് എന്താണ് എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പം ഫസ്റ്റ് തന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് വൈൻഡിങ് അപ്പ് ഓഫ് എ കമ്പനി ബൈ ട്രൈബ്യൂണൽ. ഓക്കെ, ട്രൈബ്യൂണൽ അല്ലെങ്കിൽ കമ്പൽസറി വൈൻഡിങ് അപ്പ് ഓഫ് എ കമ്പനി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പം സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കമ്പൽസറി, ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്ന എന്താണ്, കമ്പൽസറി ആയിട്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ കമ്പനി നടത്തിക്കൊണ്ട് പോകുന്ന ആൾക്കാർക്ക് താല്പര്യമില്ല ഇത് വൈൻഡപ്പ് ചെയ്യാൻ. ഓക്കെ, പക്ഷെ വേറെ പല റീസൺസ് കാരണം കൊണ്ട് അവർക്ക് വൈൻഡപ്പ് ചെയ്തേ പറ്റത്തുള്ളൂ എന്നുള്ള രീതിയിലോട്ട് എത്തുവാണ്. ഓക്കെ, അല്ലെങ്കിൽ കോർട്ട് പറയുവാണ് ഇല്ല നിങ്ങൾ ഇനി ഇത് നടത്തിക്കൊണ്ട് പോകാൻ പറ്റില്ല എന്ന് വെച്ചിട്ട് ചെയ്യുന്നതാണ് കമ്പൽസറി വൈൻഡിങ് അപ്പ്. ഓക്കെ, വോളണ്ടറി വൈൻഡിങ് അപ്പ് എന്ന് പറഞ്ഞാൽ കൂടെ ഉള്ള എല്ലാവരും കൂടെ, അല്ലെങ്കിൽ കമ്പനി നടത്തിക്കൊണ്ട് വന്ന ആൾക്കാരെല്ലാം കൂടെ ഡിസൈഡ് ചെയ്യണം, ഓക്കെ ഇനി നമുക്ക് നിർത്താം. ഓക്കെ, അതിൻ്റെ ഒരു ഇതെത്തി നമുക്കിനി അത് കണ്ടിന്യൂ ചെയ്യേണ്ട കാര്യമില്ല എന്ന് വെച്ചിട്ട് നമ്മൾ നിർത്തുവാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് വോളണ്ടറി വൈൻഡിങ് അപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം കമ്പൽസറി വരുന്നു, നിർബന്ധിതമായിട്ട് അവർ വൈൻഡപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനുള്ള കുറച്ച് റീസൺസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതും നിങ്ങൾ ടെക്സ്റ്റിൽ നിങ്ങൾ കൊടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് നല്ല എന്താ പറയുക ഇൻഡെപ്ത് ആയിട്ടുള്ള രീതി, അല്ലെങ്കിൽ കറക്റ്റ് എക്സാക്ട്ലി കമ്പനീസ് ആക്ടിലൊക്കെ പറഞ്ഞേക്കുന്ന രീതിയിലുള്ള സംഭവമാണ്. അത് അതേപോലെ പഠിക്കാമെന്ന് പറഞ്ഞാൽ അതേപോലെ പഠിച്ചാലേ നമുക്ക് നല്ല രീതിയിൽ മാർക്ക് കിട്ടത്തുള്ളൂ, അത് വേറൊരു കാര്യം. പക്ഷെ നമുക്ക് ഇപ്പം എക്സാമിൻ്റെ തലേന്നുള്ള രീതിയിൽ നിങ്ങൾ നോക്കിക്കൊണ്ട് പോകുമ്പോൾ അതെല്ലാം അതേപോലെ കാണാതെ പഠിക്കാമെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കുറച്ചുകൂടെ സിമ്പിളായിട്ടെന്നുള്ള രീതിയിൽ ഇവിടെ ഇതിൻ്റെ അകത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് നോക്കുക, അത് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നമുക്കിൻ്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പം കുറച്ചുകൂടെ സിമ്പിളായിട്ടെന്നുള്ള രീതിയിൽ കുറച്ച് പോയിന്റ് എന്നുള്ള രീതിയിലും കൂടെ വേറൊരു സ്ലൈഡിൽ ഞാൻ കാണിക്കുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് അതെങ്കിലും പഠിച്ചിട്ട് പോകാം നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ എന്നുള്ള രീതിയിൽ നോക്കാം. ഓക്കെ, ഇത് കുറച്ചുകൂടെ ഇതാണ് സിമ്പിളായിട്ട് മനസ്സിലാക്കി പഠിച്ചിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ എഴുതിയാൽ മതി. പക്ഷെ മറ്റേ രീതിയിൽ എഴുതുവാണെങ്കിൽ കുറച്ചുകൂടെ മാർക്ക് എന്നുള്ള രീതിയിൽ ഒരു ചെയ്യത്തുള്ളൂ. പക്ഷെ അതേപോലെ കാണാതെ പഠിക്കാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ നമുക്ക് പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ അറിയാവുന്ന പറ്റുന്ന രീതിയിൽ പഠിച്ചിട്ടു. ഓക്കെ, അപ്പം എന്തൊക്കെ കൊണ്ടാണ് കമ്പൽസറി വൈൻഡപ്പ് എന്നുള്ള രീതിയിലോട്ട് വരുന്നത്, അല്ലെങ്കിൽ ചെയ്തേ പറ്റത്തുള്ളൂ നിർബന്ധമായിട്ട് അവർക്ക് വൈൻഡപ്പ് ചെയ്യേണ്ടി വരേണ്ട റീസൺസ് ആണ് ഇത് കൊടുത്തേക്കുന്നത്. ഓക്കെ, ഓരോരോ പോയിന്റ് ആയിട്ട് നമുക്ക് നോക്കാം. ഇഫ് എ കമ്പനി ഈസ് അൺഏബിൾ ടു പേസ് ഡെറ്റ്, ഓക്കെ ഒരു കമ്പനിക്കും അവർക്ക് കുറേ കടങ്ങളുണ്ട്. ഓക്കെ, അത് കൊടുത്തു തീർക്കാൻ അവർക്ക് പറ്റുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ വരുവാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്, അത് കാരണം കടത്തിന്മേൽ കടമായിട്ട് ലാസ്റ്റ് കമ്പനി നടത്തിക്കൊണ്ട് പോകാൻ പറ്റത്തില്ല എന്നൊരു സിറ്റുവേഷൻ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കമ്പനി വൈൻഡപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു എന്താണ് കടത്തിന്മേൽ കടമായിട്ട് അതിന് കടം തീർക്കാൻ പറ്റാതെ വരുമ്പോഴത്തേക്കും കമ്പൽസറി ആയിട്ട് അതിനടിച്ച് പൂട്ടിയേ പറ്റത്തുള്ളൂ എന്നുള്ള രീതിയിലാണ്. ഓക്കെ, അടുത്ത് നോക്കാം. ഇഫ് എ കമ്പനി ആസ് ബൈ സ്പെഷ്യൽ റെസൊല്യൂഷൻ റിസോൾവ് ദാറ്റ് ദ കമ്പനി വുഡ് ബി വോണ്ട് അപ്പ് ബൈ ദി ട്രൈബ്യൂണൽ, ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്യുവാണ്. ഓക്കെ, ഇതാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്. എന്താണ് ബൈ സ്പെഷ്യൽ റെസൊല്യൂഷൻ? ഓക്കെ, ഒന്നെങ്കിൽ എന്താണ് ഡെറ്റ് പേ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ബൈ സ്പെഷ്യൽ റെസൊല്യൂഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ കമ്പനി വൈൻഡപ്പ് ചെയ്യുവാണ്. ഓക്കെ, അത് വോണ്ട് അപ്പ് ബൈ ദി ട്രൈബ്യൂണൽ പറയുകയാണ്. ഓക്കെ, ബൈ സ്പെഷ്യൽ റെസൊല്യൂഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ കമ്പനി വൈൻഡപ്പ് ചെയ്യണം. ഓക്കെ, അപ്പം
രണ്ടാമത് ബൈ സ്പെഷ്യൽ റെസൊല്യൂഷൻ. ഓക്കെ, ഏതൊക്കെ രീതിയിലാണ് നമുക്ക് എന്തൊക്കെ കൊണ്ടായിരിക്കും ഒരു കമ്പനി വൈൻഡപ്പ് ചെയ്യുന്നതെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, മൂന്നാമത്തെ നോക്കാം നമുക്ക്. ഇഫ് എ കമ്പനി ഹാസ് ആക്ടഡ് എഗെയിൻസ്റ്റ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദി സോവറിനിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ഇന്ത്യ. ഓക്കെ, ഒരു കമ്പനി നമ്മുടെ ഇന്ത്യയിലുള്ള സോവറിനിറ്റി അല്ലെങ്കിൽ ഇൻറ്റഗ്രിറ്റി അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞേക്കുന്ന ഫണ്ടമെൻ്റൽ റൂൾസ് ആൻഡ് ലോസിന് എഗെയിൻസ്റ്റ് ആയിട്ടെന്നുള്ള രീതിയിലാണ് അത് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, ഓക്കെ, അപ്പോൾ ഇവിടെ മെയിനായിട്ട് പോയിന്റ് എന്താ നമ്മൾ പഠിക്കേണ്ടത്? എഗെയിൻസ്റ്റ് ദ ഇൻട്രസ്റ്റ് ഓഫ് സോവറിനിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ഇന്ത്യ. ഓക്കെ, ഇതിൻ്റെ കൂട്ടത്തിൽ വേറെ എന്തൊക്കെയോ ഉണ്ട്, പക്ഷെ മെയിനായിട്ട് നിങ്ങൾ ഓർത്ത് വെക്കാൻ എഴുതുമ്പോൾ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഇത്രയാണ്. ഓക്കെ, എഗെയിൻസ്റ്റ് ദ ഇൻട്രസ്റ്റ് ഓഫ് സോവറിനിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ഇന്ത്യ. ഓക്കെ, ഇനി അടുത്തത്, ഇഫ് ദ ട്രൈബ്യൂണൽ ഹാസ് ഓർഡർഡ് ദി വൈൻഡിങ് അപ്പ് ഓഫ് ദി കമ്പനീസ് ആക്ട് 2013 ഡീലിംഗ് വിത്ത് റിവൈവൽ ആൻഡ് റീഹാബിലിറ്റേഷൻ ഓഫ് സിക്ക് കമ്പനീസ്. ഓക്കെ, ഇപ്പം ചില കമ്പനീസ് ഉണ്ട് അല്ലേ, റീഹാബിലിറ്റേഷൻ അല്ലെങ്കിൽ റിവൈവൽ ചെയ്യാൻ നോക്കുവാണ് സിക്ക് കമ്പനീസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ അത് പോകുന്നില്ല, നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ കമ്പനീസ് ആക്ച്വലി പറഞ്ഞ പോലെ അത് റിവൈവ് ചെയ്യാനും അല്ലെങ്കിൽ അത് നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോകാമെന്നുള്ള രീതിയിൽ നമ്മൾ കുറേ കാര്യങ്ങൾ നോക്കും. ഓക്കെ, അങ്ങനെ അത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കോർട്ട് എന്ത് ചെയ്യും, അല്ലെങ്കിൽ ട്രൈബ്യൂണൽ എന്ത് ചെയ്യും, ഓർഡർ ചെയ്യും ഈ കമ്പനി വൈൻഡപ്പ് ചെയ്യണം എന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പം ഇവിടെ എന്താണ് മെയിനായിട്ടും എന്ന് ഡീലിംഗ് വിത്ത് റിവൈവൽ ആൻഡ് റീഹാബിലിറ്റേഷൻ ഓഫ് സിക്ക് കമ്പനീസ്. ഓക്കെ, ആ പോയിന്റുകൾ അറ്റ്ലീസ്റ്റ് ആ പോയിന്റുകളെങ്കിലും ഓർത്ത് വെച്ചിട്ട് എഴുതാം. അടുത്തത്, ഇഫ് ദ ട്രൈബ്യൂണൽ ഈസ് ഓഫ് ഒപ്പീനിയൻ ദാറ്റ് ദി അഫയേഴ്സ് ഓഫ് ദി കമ്പനി ഹാവ് ബീൻ കണ്ടക്റ്റഡ് ഇൻ fraudulent manner or the company is formed for fraudulent and unlawful purpose. Okay, ഓക്കെ, അപ്പോൾ ഇതിൽ മെയിനായിട്ട് വരുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇപ്പം ഒരു കമ്പനി ഓക്കെ അത് നല്ല രീതിയിലായിരിക്കും തുടങ്ങിയത്, അതാണ് ആദ്യം കൊടുത്തേക്കുന്നത് ഇന്ന ഫ്രോഡ്ലൻറ്റ് മാനർ. ഓക്കെ, ആദ്യം എന്തായിരിക്കും അത് നല്ല രീതിയിലായിരിക്കും പോകുന്നത്, പിന്നെ ഇവർ കുറച്ച് തട്ടിപ്പുകളും ഉടായ്പകളും കാണിക്കാൻ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ, രണ്ടാമത്തത് പറഞ്ഞ എന്താണ്, ഇല്ല ഇത് തുടങ്ങിയത് തന്നെ എന്താണ് എന്തോ തട്ടിപ്പോ ഫ്രോഡ്ലൻറ്റോ ചെയ്യാൻ വേണ്ടിയാണ്, അല്ലെ ഫ്രോഡ് കാണിക്കാനാണ്, അല്ലെങ്കിൽ ലോ അല്ലാത്ത നമ്മുടെ ലോസ് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള രീതിക്ക് പ്രവർത്തിക്കുന്ന ഒരു കമ്പനി ആണെന്നുണ്ടെങ്കിൽ അതും എന്താണ്, ഇത് നമ്മുടെ ട്രൈബ്യൂണൽ അല്ലെങ്കിൽ കോർട്ട് പ്രകാരം എന്ത് ചെയ്യും, ഇത് നിർത്തി പോകാൻ പറയും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഗോൾഡ് സ്മഗ്ലിംഗ് എന്ന് പറഞ്ഞൊരു കമ്പനി തുടങ്ങുവാണ്. ഓക്കെ, അപ്പോൾ വേറെ എന്തെങ്കിലും ഒരു ഇത് വെച്ചിട്ടായിരിക്കും, അങ്ങനെ എനിക്ക് തുടങ്ങാൻ പറ്റില്ല ലോഫുള്ളി, പക്ഷെ ഞാൻ വേറെ എന്തെങ്കിലും തുടങ്ങാം. ഓക്കെ, ഞാൻ എന്താണ് ഒരു ബേക്കറി നടത്താൻ പോവാണ്, അല്ലെങ്കിൽ ബേക്കറി അല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും സംഭവം എക്സ്പോർട്ട് ചെയ്യാൻ, ടെക്സ്റ്റൈൽ എക്സ്പോർട്ട് ചെയ്യാനും ഇമ്പോർട്ട് ചെയ്യാനും അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങൾ എന്ന് പറഞ്ഞ് ഞാൻ തുടങ്ങും. ഓക്കെ, പക്ഷെ ആക്ച്വലി എൻ്റെ പേർപ്പസ് എന്താണ്, ഞാൻ ഈ ഗോൾഡ് കളത്താൻ എന്നുള്ള രീതിയിലാണ് ഞാൻ ആ ബിസിനസ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആദ്യം തൊട്ടേ ആ ബിസിനസ് തുടങ്ങിയതിൻ്റെ റീസണേ എന്താണ്, ഇത് ഫ്രോഡ്ലൻ്റ് ആണ്. ഓക്കെ, അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ദ പേഴ്സൺ കൺസേൺഡ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ദി മാനേജ്മെന്റ് ഓഫ് അഫയേഴ്സ് ഹാവ് ബീൻ ഗിൽറ്റി ഓഫ് ഫ്രോഡ്, മിസ്റെൻസ് ഓർ മിസ്കണ്ടക്ട്. ഓക്കെ, അല്ലെങ്കിൽ ഇത് നടത്തിക്കൊണ്ട് പോകുന്ന ആള്, ഓക്കെ, അല്ലെങ്കിൽ നടത്തിക്കൊണ്ട് പോകുന്ന ആ മാനേജ്മെന്റ് എന്തെങ്കിലും കള്ളത്തരോ കാര്യങ്ങളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ എല്ലാ ഈ പറഞ്ഞ 3 റീസൺസ് കാരണം കൊണ്ടും കമ്പനി വൈൻഡപ്പ് ചെയ്യാൻ പറയും. എന്താണ്, ഒന്ന് കമ്പനി അടിപൊളിയായിട്ട് തുടങ്ങി കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഫ്രോഡ്ലൻറ്റ് തുടങ്ങി. ഓക്കെ, രണ്ടാമത് എന്താണ്, കമ്പനി തുടങ്ങിയതേ എന്തിനാണ്, ഇതേപോലെ കള്ളത്തരങ്ങൾ അല്ലെങ്കിൽ ഉടായ്പകൾ കാണിക്കാനാണെന്നുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ മാനേജ്മെന്റ് നടത്തുന്ന ആൾക്കാർ, ഓക്കെ, മാനേജ്മെന്റ് ഓഫ് ദി കമ്പനി അല്ലെങ്കിൽ പീപ്പിൾ കൺസേൺ വിത്ത് ദ മാനേജ്മെന്റ് ഓഫ് ദി കമ്പനി അവരെന്തെങ്കിലും ഉടായ്പകളോ അല്ലെങ്കിൽ കള്ളത്തരങ്ങളോ കാണിക്കുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു 3 കാര്യങ്ങൾ കൊണ്ട് കമ്പനി വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ മെയിനായിട്ടും ഇതിൽ വരുന്ന പോയിന്റ് എന്താണ്, ഫ്രോഡ്ലൻറ്റ് എന്നുള്ളതാണ്. ഓക്കെ, അല്ലെ ഫ്രോഡ് കാണിച്ചു. ഓക്കെ, ഫ്രോഡ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് കമ്പനി വൈൻഡപ്പ് ചെയ്യും. ഓക്കെ, അടുത്ത് നോക്കാം. ഇഫ് ദ കമ്പനി ഹാസ് മെയ്ഡ് എ ഡിഫോൾട്ട് ഇൻ ഫയലിംഗ് വിത്ത് ദി രജിസ്റ്റേഴ്സ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓർ ആനുവൽ റിട്ടേൺസ് ഫോർ ഇമീഡിയറ്റ്ലി പ്രൊസീഡിംഗ് 5 consecutive financial years. ഓക്കെ, ഇപ്പോൾ ഒരു കമ്പനി ഓക്കെ രജിസ്റ്ററും ഓക്കെ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ആനുവൽ റിട്ടേൺസ് രജിസ്റ്ററുമായിട്ട് ഫയൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഓക്കെ, ഫയൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇമീഡിയറ്റ്ലി പ്രൊസീഡിങ് 5 consecutive ഫിനാൻഷ്യൽ 5 വർഷത്തേക്കെന്നുള്ള രീതിയിൽ അത് ഇതുവരെ ഫയൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും കോർട്ട് എന്ത് ചെയ്യും, അത് വൈൻഡപ്പ് ചെയ്യാൻ പറയും. അപ്പം മെയിനായിട്ട് എന്താണ്, അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് രജിസ്റ്ററുമായിട്ട് ഫയൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും എന്താണ്, കമ്പനി വൈൻഡപ്പ് ചെയ്യാൻ പറയും. അടുത്ത നോക്കുക, ഇഫ് ദ ട്രൈബ്യൂണൽ ഇസ് ഓഫ് ദ ഒപ്പീനിയൻ ദാറ്റ് ഇസ് ജസ്റ്റ് ആൻഡ് ഇക്വിറ്റബിൾ ദാറ്റ് ദ കമ്പനി ഷുഡ് ബി ഓൺഡ്. ഇപ്പോൾ ട്രൈബ്യൂണൽ ഡിസൈഡ് ചെയ്യുവാണ്, ഇല്ല കമ്പനി വൈൻഡപ്പ് ചെയ്യുന്നതാണ് ബെറ്റർ എന്നുള്ള രീതിയിൽ പറയുവാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ അതാണ് നല്ലത്, അല്ലെങ്കിൽ അത് അങ്ങനെ മാത്രമേ അത് ഫ്രണ്ടിലോട്ട് ഇനി പോകാൻ പറ്റില്ല എന്നുള്ള സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ അപ്പോഴും നമ്മൾ കമ്പനി വൈൻഡപ്പ് ചെയ്യും. ഓക്കെ, അപ്പം ക്ലിയർ ആയോ? ഇതിൻ്റെ എല്ലാം നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു സിമ്പിൾ ഫോമാറ്റാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഓക്കെ,
കണ്ട സ്പെഷ്യൽ റെസൊല്യൂഷൻ വഴി കമ്പനി വൈൻഡപ്പ് ചെയ്യുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ ഡിഫോൾട്ട് ചെയ്യുന്നു. കണ്ട സ്റ്റാറ്റുട്ടറി റിപ്പോർട്ട് അല്ലെങ്കിൽ ഹോൾഡിംഗ് സ്റ്റാറ്റുട്ടറി മീറ്റിംഗ്സ് ഇതൊന്നും നടത്തുന്നില്ല. അല്ലെങ്കിൽ ഫെയിലിയർ ടു കമൻസ് ബിസിനസ് വിത്ത് സമയത്തിനുള്ളിൽ തന്നെ ബിസിനസ് നടത്തും. മീൻസ് നമ്മൾ രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഇത്ര ടൈമിനുള്ളിൽ ബിസിനസ് മീൻസ് കമ്പനി തുടങ്ങണം എന്നുണ്ട്. അങ്ങനെ തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിലും കമ്പനി വൈൻഡപ്പ് ചെയ്യാന്നുള്ള രീതിയാവും. റിഡക്ഷൻ ഓഫ് മെമ്പർഷിപ്പ്, ഇന്നബിലിറ്റി ടു പേ ഡെറ്റ്സ്, ഇതെല്ലാം എന്താണ് മെയിൻ പോയിന്റുകളാണ്. ഓക്കെ, നമ്മളിവിടെ ഡിസ്കസ് ചെയ്തതിൻ്റെ മെയിൻ പോയിന്റുകൾ. അപ്പം അറ്റ്ലീസ്റ്റ് ഇതോ അല്ലെങ്കിൽ ഇതോ എന്തെങ്കിലും ഒന്ന് ജസ്റ്റ് മെയിനായിട്ടും ഒരു 4-5 പോയിന്റ് പഠിച്ചിട്ട് പോവാം. ഓക്കെ, അടുത്തത് വോളണ്ടറി ലിക്വിഡേഷൻ ആണ്. ഓക്കെ, വോളണ്ടറി ലിക്വിഡേഷൻ ഇസ് എ സെൽഫ് ഇമ്പോസ്ഡ് വൈൻഡപ്പ് ആണ്. ഓക്കെ, മറ്റേത് കമ്പൽസറി ആയിട്ട് വേറൊരാൾ നിർബന്ധിച്ച കമ്പനിയെ എന്ത് ചെയ്യുവാണ്, വൈൻഡപ്പ് ചെയ്യുവാണ്. പക്ഷെ ഇവിടെ വരുമ്പോൾ എന്താണ്, സെൽഫ് ഇമ്പോസ്ഡ് ആണ്. ഓക്കെ, അതിൻ്റെ അകത്തുള്ള ആൾക്കാർ തന്നെ ഡിസൈഡ് ചെയ്യില്ല. കമ്പനിയിനകത്തുള്ള ആൾക്കാർ തന്നെ ഡിസൈഡ് ചെയ്യുവാണ് ഇനി കമ്പനി നമുക്ക് ഫ്രണ്ടിലോട്ട് പോയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, അതിന് നമുക്ക് വൈൻഡപ്പ് ചെയ്യാമെന്നും പറഞ്ഞ് വൈൻഡപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതാണ് വോളണ്ടറി liquidation എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സെൽഫ് ഇമ്പോസ്ഡ് വൈൻഡപ്പ് ആൻഡ് ഡിസൊല്യൂഷൻ ഓഫ് എ കമ്പനി ദാറ്റ് ഹാസ് ബീൻ അപ്രൂവ്ഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് അപ്രൂവ് ചെയ്യുന്ന ആ ഒരു ലിക്വിഡേഷൻ പ്രോസസ്സിനാണ് വോളണ്ടറി ലിക്വിഡേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ടേക്സ് എഫ് വിത്തൗട്ട് ദി ഇൻ്റർവെൻഷൻ ഓഫ് ദി കോർട്ട്. നേരത്തെ നമ്മൾ ട്രൈബ്യൂണൽ കോർട്ടിൽ നിന്നൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞായിരുന്നില്ലേ. അപ്പം അങ്ങനെയുള്ള ഇൻ്റർവെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. കമ്പൽസറി ആയിട്ട് ചെയ്യണം എന്ന് വേറൊരു ആൾ വന്നിട്ടില്ല, നിങ്ങൾ കമ്പനി നിർത്തണം എന്നൊന്നും പറയത്തില്ല. ഇതിൻ്റെ അകത്തുള്ള ആൾക്കാർ തന്നെ ഡിസൈഡ് ചെയ്യുകയാണല്ലേ, ഷെയർ ഹോൾഡേഴ്സ് തന്നെ ഡിസൈഡ് ചെയ്യുവാണ് ഓക്കെ നമുക്കിനി കമ്പനി വൈൻഡപ്പ് ചെയ്യാം. ഷെയർ ഹോൾഡേഴ്സ് ആണ് ഓണേഴ്സ്. ഓക്കെ, അപ്പോൾ അവർ ഡിസൈഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് വോളണ്ടറി ലിക്വിഡേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം വോളണ്ടറി ലിക്വിഡേഷൻ തന്നെ 2 തരത്തിലുണ്ട്. ഓക്കെ, വോളണ്ടറി ലിക്വിഡേഷൻ 2 തരത്തിലുണ്ട്. ഓക്കെ, ഞാൻ കുറച്ചുകൂടെ വിസിബിൾ ആക്കാം. ഓക്കെ, വോളണ്ടറി ലിക്വിഡേഷൻ തന്നെ 2 തരത്തിലുണ്ട്. ഓക്കെ, ഒന്ന് മെമ്പേഴ്സ് വോളണ്ടറി വൈൻഡിങ് അപ്പ്. ഓക്കെ, അതെന്താണെന്ന് നമുക്ക് നോക്കാം. മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, കമ്പനി ഓൺ ചെയ്യുന്ന ആൾക്കാർ അല്ല അതിൻ്റെ മെമ്പേഴ്സ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം അങ്ങനെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതാണ് മെമ്പേഴ്സ് വോളണ്ടറി വൈൻഡിങ് അപ്പ് എന്ന് പറയുന്നത്. അത് ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ, കമ്പനി സോൾവെൻ്റ് ആണ്. സോൾവെൻ്റ് എന്ന് പറഞ്ഞാൽ കമ്പനി നല്ല രീതിയിൽ പൊക്കോണ്ടിരിക്കുകയാണ്. ഓക്കെ, കമ്പനിക്ക് കുഴപ്പമൊന്നുമില്ല, അല്ലെ കമ്പനിയൊക്കെ നല്ല രീതിയിൽ വരുമാനം കിട്ടുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ക്രെഡിറ്റേഴ്സിന് പൈസ കൊടുക്കാനോ അങ്ങനെ ഒന്നുമില്ല, നല്ല ഇതായിട്ട് സോൾവെൻ്റ് ആയിട്ട് പോവുകയാണ്. ഓക്കെ, സോൾവെൻ്റ് ഉദ്ദേശിക്കുന്നത് തന്നെ കടവോ കാര്യങ്ങളോ ഒന്നുമില്ല, നല്ല രീതിയിൽ പോകുന്ന ഒരു കമ്പനിയാണ്. ഓക്കെ, പക്ഷെ മെമ്പേഴ്സ് ഡിസൈഡ് ചെയ്യുകയാണ് ഇല്ല നമുക്ക് നിർത്താം എന്നുണ്ടെങ്കിൽ അതിനെയാണ് മെമ്പേഴ്സ് വോളണ്ടറി വൈൻഡിങ് അപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും എന്നുള്ളത് പറയാൻ പറ്റുമല്ലോ. എന്താണ് ക്രെഡിറ്റേഴ്സ് വോളണ്ടറി വൈൻഡിങ് അപ്പ് എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, കമ്പനി ഇൻസോൾവെൻ്റ് ആണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, കമ്പനി ഈ പറഞ്ഞ പോലെ കുറേ പൈസകൾ കാര്യങ്ങൾ കൊടുത്ത് തീർക്കാനുണ്ട്. ഓക്കെ, കമ്പനി നല്ല രീതിയിലല്ല പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള വരുമ്പോഴത്തേക്കും എന്താണ് ക്രെഡിറ്റേഴ്സ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഡിസൈഡ് ചെയ്യും എന്താണ് ഇനി കമ്പനി ഫ്രണ്ടിലോട്ട് പോകണ്ട എന്ന് പറഞ്ഞ് വോളണ്ടറി ആയിട്ട് ഓക്കെ അത് നിർത്താം എന്നുള്ള രീതിയിലോട്ട് എത്തും. അതാണ് ദിസ് ടൈപ്പ് ഓഫ് ഫൈൻഡിങ് അപ്പ് ഓക്കേഴ്സ് ഇൻ ദ ആബ്സെൻസ് ഓഫ് ഡിക്ലറേഷൻ സോൾവെന്റ് ആയിട്ടല്ല പോകുന്നത്. ഓക്കെ, ഇൻ അതർ വേർഡ്സ് ദിസ് ടൈപ്പ് ഓഫ് ഫൈൻഡിങ് ടേക്ക് പ്ലേസ് വെൻ ദ കമ്പനീസ് ഇൻസോൾവെന്റ്. കമ്പനി ഇൻസോൾവെന്റ് ആണ് അല്ലെങ്കിൽ നല്ല രീതിയിൽ പോകുന്നില്ല, കടവും തീർക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെയാണ് ക്രെഡിറ്റേഴ്സ് വോളണ്ടറി വൈൻഡിങ് അപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അപ്പോൾ നമുക്ക് രണ്ടിൻ്റെയും പ്രോസസ്സ് നോക്കാം. ഓക്കെ, ഇത് നിങ്ങളുടെ ടെക്സ്റ്റിൽ ജസ്റ്റ് ഇങ്ങനെ കുറേ ഇതായിട്ട് കൊടുത്തേക്കുന്നതാണ്. അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് ജസ്റ്റ് ഒരു പോയിന്റ് എന്നുള്ള നമുക്കൊരു പ്രോസസ്സ് പോലെ പഠിച്ചു. ഓക്കെ, ഓരോരോ പോയിൻ്റായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാൻ പറ്റും. ജസ്റ്റ് ഒന്ന് കേട്ടിരുന്നിട്ട് സ്വന്തമായിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, നമുക്ക് എന്താണെന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പം ആദ്യം തന്നെ പറഞ്ഞു ഇതെപ്പോഴായിരിക്കും സംഭവിക്കുന്നത്, കമ്പനി സോൾവെന്റ് ആണെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ പോലെ മെമ്പേഴ്സ് വോളണ്ടറി വൈൻഡിങ് അപ്പ് നടക്കത്തുള്ളൂ. ഓക്കെ, ഇനി നോക്കാം ഇതെങ്ങനെയാണ് ഈ മെമ്പേഴ്സ് വോളണ്ടറി വൈൻഡിങ് അപ്പ് നടക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് തന്നെ എന്താണ് സംഭവിക്കുന്നത്, ഇറ്റ് റിക്വയർസ് എ ഡിക്ലറേഷൻ ഓഫ് ദി കമ്പനി സോൾവെൻസി അറ്റ് ദ മീറ്റിംഗ് ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ഓക്കെ, ചുമ്മാ നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും എൻ്റെ കമ്പനി സോൾവെൻ്റ് ആണ് ഞാൻ പൂട്ടാൻ പോവാണ് എന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ എന്താണ് വേണ്ടത്, ഒരു ഡിക്ലറേഷൻ വേണം. ഓക്കെ, എൻ്റെ ഈ പറയുന്ന കമ്പനി സോൾവെൻ്റ് ആണ്, ഇതിന് കടങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല, നല്ല രീതിയിലാണ് പോകുന്നത് എന്നുള്ളൊരു ഡിക്ലറേഷൻ എവിടെ കൊടുക്കണമെന്നാണ് പറയുന്നത്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിങ്ങിൽ കൊടുക്കണം. ഓക്കെ, ആൻഡ് ദിസ് declaration must specify the director's opinion that the company has no debt or is able to pay its debt in full within 3 years of the commencement of winding up. Okay, അപ്പോൾ ലിക്വിഡേഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇന്നിപ്പം ഞാൻ ഇങ്ങനെ ഡിസൈഡ് ചെയ്തിട്ട് നാളെ ഓക്കെ ഞാൻ നിർത്തി പോകാമെന്ന് പറഞ്ഞാൽ നമുക്ക് നിർത്തി പോകാൻ പറ്റുന്ന ഒരു സംഭവം അല്ല ഈ ലിക്വിഡേഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, ഇപ്പം
ഒന്ന് എന്താണ്, നമ്മൾ ഡിസൈഡ് ചെയ്യുവാണ് കമ്പനിക്ക് കുഴപ്പമൊന്നുമില്ല, നല്ല സോൾവെൻ്റ് ആയിട്ടുള്ള ഒരു കമ്പനി ആണെന്നുള്ളൊരു ഡിക്ലറേഷൻ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിങ്ങിൽ കൊടുക്കണം. ഓക്കെ, എന്നിട്ട് എന്താണ് ഈ ഡിക്ലറേഷനിൽ നമ്മൾ ഡിക്ലറേഷൻ കൊടുക്കണമെന്ന് പറഞ്ഞു. ഈ ഡിക്ലറേഷനിൽ എന്താണ് സ്പെസിഫൈ ചെയ്യുന്നത്, ഡയറക്ടേഴ്സ് പറയണം. ഓക്കെ, ഡയറക്ടേഴ്സ് അവർ എഴുതി ഒപ്പിടാന്നുള്ളൊരു സംഭവമാണ്. ഓക്കെ, എഴുതി ഒപ്പിടേണ്ട എന്താണ്, ഈ കമ്പനിക്ക് ഡെറ്റ് ഒന്നുമില്ല. ഓക്കെ, ഇനി എന്തെങ്കിലും ഡെറ്റ് ഉണ്ടെന്ന് വിചാരിച്ചു, എന്തായാലും എന്തെങ്കിലും കാണുമല്ലേ, നമ്മൾ കുറേ കടത്തിനൊക്കെ ആയിരിക്കും സാധനങ്ങളും കാര്യങ്ങളും ഒക്കെ വാങ്ങിച്ചേക്കുന്നു. ഓക്കെ, പക്ഷെ അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഓക്കെ, വൈൻഡിങ് അപ്പ് പ്രോസസ് അല്ലെങ്കിൽ ലിക്വിഡേഷൻ പ്രോസസ്സ് തുടങ്ങി ഒരു 3 വർഷത്തിനുള്ളിൽ അത് കൊടുത്തു തീർക്കാൻ പറ്റും. ഓക്കെ, കൊടുത്തു തീർക്കാൻ പറ്റുന്ന കടങ്ങൾ മാത്രമേ ഉള്ളൂ 3 വർഷത്തിനുള്ളിൽ. ഓക്കെ, ലിക്വിഡേഷൻ പ്രോസസ്സ് തുടങ്ങിയതിന് ശേഷം 3 വർഷത്തിനുള്ളിൽ നമുക്ക് ആ കടങ്ങൾ തീർക്കാൻ പറ്റും എന്നുള്ളത് ആ ഒരു ഡിക്ലറേഷൻ എന്നുള്ള രീതിയിൽ ഫോം എഴുതി കൊടുക്കണം. ഓക്കെ, അത് ആരാണ് അത് സ്പെസിഫൈ ചെയ്യുന്നത്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് അത് എഴുതി ക്ലിയർ ആക്കുന്നത്. ഓക്കെ, ഡിക്ലറേഷൻ കൊടുക്കുവാണ് നമ്മുടെ കമ്പനിക്ക് ഡെറ്റ് ഒന്നുമില്ല, ഇനി എന്തെങ്കിലും ഡെറ്റ് ഉണ്ടെങ്കിൽ പോലും ഒരു ലിക്വിഡേഷൻ പ്രോസസ്സ് തുടങ്ങിയതിന് ശേഷം ഒരു 3 വർഷത്തിനുള്ളിൽ നമ്മൾ അത് അടച്ചു തീർക്കണം എന്നുള്ള സംഭവം. ഓക്കെ, അടുത്ത് നോക്കാം. The company in general meeting then appoints a liquidator and fixes his remuneration. ഓക്കെ, ആദ്യം എന്ത് ചെയ്തു, ഒരു ഡിക്ലറേഷൻ ചെയ്തു. ഓക്കെ, മെയിനായിട്ടും ഡിക്ലറേഷൻ ചെയ്തു എന്താണ്, കമ്പനി സോൾവെൻ്റ് ആണെന്നുള്ളത്. ഓക്കെ, രണ്ടാമത് ചെയ്യുന്ന എന്താണ്, ഒരു ജനറൽ മീറ്റിംഗ് കൂട്ടി വിളിച്ചിട്ട് അവർ ആരെ അപ്പോയിൻറ്റ് ചെയ്യും, ഒരു ലിക്വിഡേറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യും. ഓക്കെ, എന്നിട്ട് ലിക്വിഡേറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യുകയും ചെയ്യും. അതേപോലെ അയാൾക്ക് എന്തുമാത്രം റെമ്യൂണറേഷൻ കൊടുക്കണം എന്നുള്ളതും നമ്മൾ അപ്പം ഡിസൈഡ് ചെയ്യും. ഓക്കെ, വിച്ച് ഇസ് അപ്പോയിൻമെൻറ്റ് ഓൾ ദി പവേഴ്സ് ഓഫ് ബോർഡ് ആൻഡ് മാനേജിങ് ഡയറക്ടർ ഓർ മാനേജേഴ്സ് ഈസ്. ഓക്കെ, ലിക്വിഡേറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മാനേജേഴ്സിനോ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനോ അവർക്ക് ഒരു കൺട്രോളും ഇല്ല കമ്പനിയിൽ. ഫുൾ കൺട്രോൾ ആർക്കായിരിക്കും, ലിക്വിഡേറ്റേഴ്സിനായിരിക്കും. ഓക്കെ, അപ്പോയിൻറ്റ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ ജനറൽ മീറ്റിങ്ങിലാണ് ഇത് ചെയ്യുന്നത്. ജനറൽ മീറ്റിങ്ങിൽ എന്താ നമ്മൾ ചെയ്യുന്നത്, ലിക്വിഡേറ്ററിനെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അതേപോലെ അയാൾ റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യും. ഇനി ലിക്വിഡേറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്തതിന് ശേഷം പിന്നെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനും മെമ്പേഴ്സിനും യാതൊരു റോളും ഇല്ല. ഓക്കെ, മൂന്നാമത്തെ നോക്കാം. ലിക്വിഡേറ്റർ മസ്റ്റ് ആനുവലി കോൾ എ ജനറൽ മീറ്റിംഗ് ആൻഡ് പ്ലേസ് ഇസ് ഫുൾ അക്കൗണ്ട്. ഓക്കെ, ബിഫോർ ദിസ് മീറ്റിംഗ്. ഓക്കെ, അപ്പോൾ ലിക്വിഡേറ്റർ അപ്പോയിൻറ്റ് ചെയ്തു, നമ്മൾ റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്തു. ഇനി ഇയാൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആനുവലി, ഞാൻ പറഞ്ഞ പോലെ പെട്ടെന്ന് നമുക്ക് കമ്പനി ഇന്ന് വൈൻഡപ്പ് ഇന്ന് ഇതാക്കി നമ്മൾ ഡിക്ലെയർ ചെയ്ത് നാളെ നമുക്ക് കമ്പനി വൈൻഡപ്പ് ചെയ്ത് പോകാൻ പറ്റില്ല. ഓക്കെ, അങ്ങനെയല്ല, അപ്പം കമ്പനി ഇത്തിരി വർഷങ്ങൾ എടുക്കും. ഓക്കെ, അപ്പം ലിക്വിഡേറ്റർ ചെയ്യേണ്ടത് എന്താണ്, ഒരു ജനറൽ മീറ്റിംഗ് വെച്ചിട്ട് ഓക്കെ ഈ ലിക്വിഡേഴ്സ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് അക്കൗണ്ട് ഈ മീറ്റിങ്ങിൽ പ്രസൻറ്റ് ചെയ്യണം. ഓക്കെ, അതെന്താണ് ലിക്വിഡേഷൻ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ ആസെറ്റ് നമുക്ക് എത്ര ഉണ്ട്, എത്ര വിറ്റിട്ട് നമുക്ക് പൈസ എത്ര കിട്ടി, ആ പൈസയിൽ നിന്ന് എത്ര നമ്മൾ കടങ്ങൾ കൊടുത്തു തീർക്കാൻ പറ്റി, അങ്ങനെയുള്ളൊരു സംഭവം മൊത്തത്തിൽ പറയുന്ന ഒരു ഇതിനെയാണ് എന്താണ് പറയുന്നത്, ലിക്വിഡേറ്റേഴ്സ് ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അയാൾ എന്ത് ചെയ്യും, ഈ ഒരു ലിക്വിഡേറ്റേഴ്സ് ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട് ആ ജനറൽ മീറ്റിങ്ങിൽ പ്രസൻറ്റ് ചെയ്യും. ഓക്കെ, അടുത്ത എന്താണ്, ഈ കോപ്പി ഓക്കെ ഈ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ടിൻ്റെ കോപ്പി ആർക്ക് അയച്ചു കൊടുക്കും, രജിസ്ട്രാറിന് അയച്ചു കൊടുക്കും വിത്തിൻ 1 വീക്ക് ഓഫ് ദിസ് മീറ്റിംഗ്. ഓക്കെ, അപ്പം ഇന്നാണ് എന്താ പറയുക ഞാൻ മീറ്റിംഗ് വെക്കുന്നത്, ഞാൻ ലിക്വിഡേറ്റർ ഞാൻ ഇന്നാണ് മീറ്റിംഗ് വെക്കുന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് വീക്കും ഓക്കെ നെക്സ്റ്റ് വീക്കിനുള്ളിൽ തന്നെ ആർക്ക് അതിൻ്റെ കോപ്പി അയച്ചു കൊടുക്കണം എന്നാണ്, വിത്തിൻ 1 വീക്ക് ഓഫ് ദിസ് മീറ്റിംഗ് വിത്തിൻ ടു രജിസ്ട്രാറിന് അതിൻ്റെ കോപ്പി അയച്ചു കൊടുക്കണം. എന്തിൻ്റെ കോപ്പിയാണ്, ലിക്വിഡേറ്റേഴ്സ് ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ടിൻ്റെ. ഓക്കെ, ആൻഡ് ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ രജിസ്റ്റർ വിൽ രജിസ്റ്റർ ദം ആഫ്റ്റർ 3 months ഓഫ് ഹിസ് രജിസ്ട്രേഷൻ ദ കമ്പനി ഈസ് കംപ്ലീറ്റ്ലി വോണ്ട്. ഓക്കെ, അപ്പോൾ രജിസ്ട്രാറിന് അയച്ചതിന് ശേഷം എന്ത് ചെയ്യും, ഇത് അയച്ചതിന് ശേഷം രജിസ്ട്രാർ അത് രജിസ്റ്റർ ചെയ്യും. ഓക്കെ, അവരുടെ രജിസ്റ്ററിൽ ഓക്കെ ഇന്ന കമ്പനി ഇപ്പോൾ ഈ ലിക്വിഡേറ്റേഴ്സ് ഫൈനൽ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞിങ്ങനെ കാണിക്കും. എന്നിട്ട് ഈ രജിസ്ട്രേഷൻ 3 മാസം കഴിഞ്ഞതിന് ശേഷം ഓക്കെ രജിസ്റ്റർ എന്നാണോ ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് 3 മാസം ആകുമ്പോഴത്തേക്കും കമ്പനി കംപ്ലീറ്റ്ലി നമ്മൾ വൈൻഡപ്പ് ചെയ്യും. ഓക്കെ, അപ്പം സിമ്പിളായിട്ട് പറയാനാണെങ്കിൽ എന്താണ് മെമ്പേഴ്സ് വോളണ്ടറി വൈൻഡിങ് അപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്, ഒന്ന് കമ്പനി സോൾവെൻ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് മെമ്പേഴ്സ് വോളണ്ടറി വൈൻഡപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ് പറയുന്നത്, നമ്മൾ ഒരു ഡിക്ലറേഷൻ പ്രിപ്പയർ ചെയ്യും, ആര് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ ഒരു ഡിക്ലറേഷൻ പ്രിപ്പയർ ചെയ്യും, എന്താണ് കമ്പനി സോൾവെൻ്റ് ആണെന്നുള്ളത്. ഓക്കെ, ആൻഡ് കമ്പനി സോൾവെൻ്റ് ആണെന്നുള്ളതിൻ്റെ ഒരു ഡിക്ലറേഷൻ പ്രിപ്പയർ ചെയ്യും. ആൻഡ് ഇനി എന്തെങ്കിലും കടം ഉണ്ടെങ്കിൽ തന്നെ ഓക്കെ വൈൻഡിങ് അപ്പ് തുടങ്ങിയതിന് ശേഷം ഒരു 3 വർഷത്തിനുള്ളിൽ നമ്മൾ ആ കടം തീർക്കും എന്നുള്ള രീതിയിലും കൂടെ നമ്മൾ അതിൽ സ്പെസിഫൈ ചെയ്യും. ഓക്കെ, അടുത്തത് എന്താണ് വരുന്നത്, കമ്പനി ഒന്ന് അത് പറഞ്ഞു അങ്ങനെ ഒരു ഡിക്ലറേഷൻ പ്രിപ്പയർ ചെയ്യും, അത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ഓക്കെ, ആൻഡ് അടുത്തത്
ഒരു ജനറൽ മീറ്റിംഗ് വിളിച്ചിട്ട് ഒരു ലിക്വിഡേറ്ററിനെ അപ്പോയിന്റ് ചെയ്യും. ഓക്കെ, ലിക്വിഡേറ്ററിനെ അപ്പോയിന്റ് ചെയ്യും. എന്നിട്ട് അയാൾക്ക് എത്ര റെമ്യൂണറേഷൻ കൊടുക്കണം എന്നുള്ളതും എല്ലാം ഡിസൈഡ് ചെയ്യും. ആൻഡ് ലിക്വിഡേറ്ററിനെ അപ്പോയിന്റ് ചെയ്തതിന് ശേഷം പിന്നെ ഒന്നും ചെയ്യാനില്ല. ഓക്കെ, പിന്നെ ഒരു കൺട്രോളും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും മെമ്പേഴ്സിനും ഒരു കൺട്രോളും വരില്ല. അത് മൊത്തത്തിൽ ലിക്വിഡേറ്ററിന് പാസ്സായി പോകും. ഓക്കെ, ആൻഡ് അടുത്തത് എന്താണ് വരുന്നത്? വീണ്ടും ലിക്വിഡേറ്റർ. ഓക്കെ, ആദ്യം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്നുള്ള രീതിയിലാണ് ഒരു ജനറൽ മീറ്റിംഗ് വിളിച്ചു വരുത്തിയിട്ട് ലിക്വിഡേറ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. ഫുൾ കൺട്രോൾ ലിക്വിഡേറ്ററിന്റെ കയ്യിൽ കിട്ടിയതിന് ശേഷം എന്ത് ചെയ്യും? അവരൊരു ജനറൽ മീറ്റിംഗ് വിളിച്ചു വരുത്തിയിട്ട് അയാളുടെ ആ ലിക്വിഡേറ്റർ ഫൈനൽ സ്റ്റേറ്റ്മെന്റ് അയാൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു അക്കൗണ്ട് ആണ്. ഓക്കെ, അത് പ്രസന്റ് ചെയ്യും മീറ്റിംഗിൽ. ഓക്കെ, ആൻഡ് എന്നിട്ട് ലിക്വിഡേറ്റർ എന്ത് ചെയ്യും? ഈ പ്രസന്റ് ചെയ്ത ഈ ഫൈനൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ടിന്റെ ഒരു കോപ്പി രജിസ്ട്രാറിന് അയച്ചു കൊടുക്കും. വിത്തിൻ 1 വീക്ക്, ഒരു വീക്കിനുള്ളിൽ തന്നെ അത് രജിസ്ട്രാറിന് അയച്ചു കൊടുക്കും. മീറ്റിംഗ് നടന്ന ഒരു വീക്കിനുള്ളിൽ തന്നെ രജിസ്ട്രാറിന് അതിന്റെ കോപ്പി അയച്ചു കൊടുക്കണം. രജിസ്ട്രാർ എന്ത് ചെയ്യും? ഈ ഒരു സംഭവം രജിസ്ട്രേഷൻ ചെയ്യും. ഓക്കെ, രജിസ്റ്റർ ചെയ്യും. എന്നിട്ട് ആ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് ഒരു 3 മാസം കഴിയുമ്പോഴത്തേക്കും കമ്പനി വൈൻഡ് അപ്പ് ചെയ്യും. ഓക്കെ, ക്ലിയർ ആണ്? ജസ്റ്റ് ഒരു കഥ പോലെ ഇങ്ങനെ ഒന്ന് പഠിച്ച് പോയാൽ മതി. അപ്പം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഓക്കെ, അടുത്തത് ക്രെഡിറ്റേഴ്സ് വോളണ്ടറി വൈൻഡിങ് അപ്പ് ആണ്. ഓക്കെ, ക്രെഡിറ്റേഴ്സ് വോളണ്ടറി വൈൻഡിങ് അപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഞാൻ പറഞ്ഞ പോലെ സോൾവൻസി, ഇൻസോൾവെന്റ് ആണ്. ഓക്കെ, കമ്പനിക്ക് കടങ്ങളും കാര്യങ്ങളും ഉണ്ട്, ഇനി ഫ്രണ്ടിലോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളൊരു സംഭവം ആണെന്നുണ്ടെങ്കിൽ അതിനെയാണ് ക്രെഡിറ്റേഴ്സ് വോളണ്ടറി വൈൻഡിങ് അപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിന്റെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കാം. Okay, it requires a company to hold the creditors meeting. One of the directors will preside over this meeting. Okay, അപ്പം ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഇൻസോൾവെന്റ് ആണ്. ഇൻസോൾവെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കടങ്ങൾ കൊടുത്ത് തീർക്കാൻ പറ്റില്ല എന്നുള്ള സിറ്റുവേഷനിലാണ് ഇതിന് പാപ്പരാവുക എന്ന് നമ്മൾ പറയത്തില്ലേ? ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കിനി കൊടുത്തു തീർക്കാൻ ഇല്ല. ഓക്കെ, അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് കൊടുക്കാനുള്ള ആൾക്കാരുണ്ടല്ലോ, ക്രെഡിറ്റേഴ്സ്, അവരെല്ലാവരും കൂടെ വെച്ചിട്ടൊരു മീറ്റിംഗ് വെക്കും. ഓക്കെ, അപ്പം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ ഒരാളായിരിക്കും ആ മീറ്റിംഗ് പ്രിസൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ നടത്തിക്കൊണ്ടുവന്നു. ഓക്കെ, എന്നിട്ട് ഇൻ ദിസ് മീറ്റിംഗ് ദ ഫുൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് ദ കമ്പനി ഈസ് പ്ലേസ്ഡ്. ഓക്കെ, അപ്പം കമ്പനിയുടെ അസറ്റ് ലയബിലിറ്റീസുണ്ട് എങ്ങനെയാണ് നമ്മുടെ കമ്പനിയുടെ സിറ്റുവേഷൻ എന്നുള്ളതിൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആർക്ക് കാണിച്ചു കൊടുക്കും? ക്രെഡിറ്റേഴ്സിന് കാണിച്ചു കൊടുക്കും. ഓക്കെ, ആൻഡ് ദ കോപ്പി ഓഫ് ദ റെസൊല്യൂഷൻ പാസ്ഡ് ഇൻ ദിസ് മീറ്റിംഗ് ഇസ് സെറ്റ് ടു ദി രജിസ്റ്റർ വിത്തിൻ 10 days. ഓക്കെ, അപ്പം നമ്മൾ മീറ്റിങ്ങിലിരുന്നു. ഓക്കെ, മീറ്റിങ്ങിലിരുന്ന് നമ്മൾ കാണിച്ചു കൊടുത്തു. എന്നിട്ട് നമ്മളൊരു റെസൊല്യൂഷൻ പാസ് ചെയ്യും. എന്താണ്? ഈ മീറ്റിങ്ങിന് ശേഷം ആ റെസൊല്യൂഷൻ്റെ കോപ്പി നമ്മൾ ആർക്ക് അയച്ചു കൊടുക്കും? രജിസ്ട്രാറിന് അയച്ചു കൊടുക്കും. ഓക്കെ, വിത്തിൻ 10 days ഓഫ് ദി മീറ്റിംഗ് കഴിഞ്ഞ് 10 ദിവസത്തിനുള്ളിൽ നമ്മൾ ആ റെസൊല്യൂഷൻ്റെ കോപ്പി രജിസ്ട്രാറിന് അയച്ചു കൊടുക്കും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും? ബോത്ത് ദി മെമ്പേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ് അറ്റ് ദിയർ റെസ്പെക്റ്റീവ് മീറ്റിംഗ് അപ്പോയിന്റ് എ ലിക്വിഡേറ്റർ ആൻഡ് ഓൺ ദി ഡിസ്അഗ്രിമെന്റ് ദി പേഴ്സൺ അപ്പോയിന്റഡ് ബൈ ക്രെഡിറ്റേഴ്സ് വിൽ ആക്ട് ആസ് എ ലിക്വിഡേറ്റർ. ഓക്കെ, അപ്പം മെമ്പേഴ്സും ഓക്കെ ക്രെഡിറ്റേഴ്സും കൂടെ ഒരുമിച്ച് ഡിസൈഡ് ചെയ്ത് ഒരു ലിക്വിഡേറ്ററിനെ അപ്പോയിന്റ് ചെയ്യും. ഓക്കെ, ആൻഡ് ആ ലിക്വിഡേറ്റർ ഇപ്പം അപ്പോയിന്റ് ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ, മെമ്പേഴ്സും ക്രെഡിറ്റേഴ്സും തമ്മിൽ അഗ്രി ആവുന്നില്ല. ഓക്കെ, മെമ്പേഴ്സ് ഒരാളെ പറയുന്നു, ക്രെഡിറ്റേഴ്സ് വേറൊരാളെ പറയുന്നു. അപ്പോൾ മൊത്തത്തിൽ അങ്ങനെ ക്ലാഷ് ആവുകയാണെന്നുണ്ടെങ്കിൽ ക്രെഡിറ്റേഴ്സ് ആരെയാണോ പറഞ്ഞത് അവരെ ആയിരിക്കും ലാസ്റ്റ് അപ്പോയിന്റ് ചെയ്യേണ്ടത്. മെമ്പേഴ്സിനപ്പം അത്രയും റോളില്ല എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയേ? സോ ഇതാണ് എന്താണ് ക്രെഡിറ്റേഴ്സ് വോളണ്ടറി വൈൻഡിങ് അപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് ഒരു കഥ പോലെ പഠിച്ചു പോയാൽ മതി. ഞാൻ പറഞ്ഞ പോലെ ഇൻസോൾവെന്റ് ആണെങ്കിൽ മാത്രമേ ഇങ്ങനൊരു വൈൻഡിങ് അപ്പ് എന്നുള്ള പ്രോസസ്സ് വരത്തുള്ളൂ. അപ്പോൾ അതിൽ ആദ്യം എന്താണ് വരുന്നത്? ക്രെഡിറ്റേഴ്സിനെ വെച്ചൊരു മീറ്റിംഗ് വെക്കും. ആൻഡ് മീറ്റിങ്ങിൽ എന്ത് ചെയ്യും? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലെ മെമ്പേഴ്സ് ഫുൾ സ്റ്റേറ്റ്മെന്റ്, ഒരു കമ്പനിയുടെ അസറ്റ്സും ലയബിലിറ്റീസും ഫുൾ സ്റ്റേറ്റ്മെന്റ്സും കാണിക്കും. ഓക്കെ, എന്നിട്ട് മീറ്റിംഗ് കഴിയുമ്പോൾ നമ്മൾ റെസൊല്യൂഷൻ പാസ് ആവില്ല. ആ റെസൊല്യൂഷൻ്റെ കോപ്പി നമ്മൾ രജിസ്ട്രാറിന് 10 ദിവസത്തിനുള്ളിൽ, മീറ്റിംഗ് കഴിഞ്ഞ് 10 ദിവസത്തിനുള്ളിൽ നമ്മൾ അയച്ചു കൊടുക്കും. എന്നിട്ട് എന്താണ് ചെയ്യുന്നത്? ബോത്ത് മെമ്പേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ് ദ റെസ്പെക്റ്റീവ് മീറ്റിംഗ് അപ്പോയിന്റ് എ ലിക്വിഡേറ്റർ. ഓക്കെ, അവരെന്ത് ചെയ്യും? മെമ്പേഴ്സും ക്രെഡിറ്റേഴ്സും കൂടെ ചേർന്ന് ഒരു ലിക്വിഡേറ്ററിനെ അപ്പോയിന്റ് ചെയ്യും. ആൻഡ് ആ ലിക്വിഡേറ്റർ തമ്മിൽ ഇപ്പോൾ അവർ ഒരു ഡിസിഷൻ എത്താൻ പറ്റിയില്ല, മെമ്പേഴ്സ് വേറൊരാളെ പറയുന്നു, ക്രെഡിറ്റേഴ്സ് വേറൊരാളെ പറയുന്നുണ്ടെങ്കിൽ ലാസ്റ്റ് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ആർക്കാണ് അതിൻ്റെ ഫൈനൽ സേ ഉള്ളത്? ക്രെഡിറ്റേഴ്സ് ആണ്. ക്രെഡിറ്റേഴ്സ് പറയുന്ന ആൾക്കാരെ മാത്രമേ നമുക്ക് ലിക്വിഡേറ്റർ എന്നുള്ള രീതിയിൽ അപ്പോയിന്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞു ലിക്വിഡേഷൻ പ്രോസസ്സിൽ എന്താണ് നടക്കുന്നത്. ലിക്വിഡേഷൻ പ്രോസസ്സിൽ നമ്മൾ പറഞ്ഞു എന്താണ് നടക്കുന്നത്? നമ്മുടെ ഉള്ള അസറ്റ് നമ്മൾ വിൽക്കുന്നു. ഓക്കെ, നമ്മൾ ആ അസറ്റ് വിറ്റതിന് ശേഷം നമുക്ക് കിട്ടുന്ന പൈസ കൊണ്ട് നമുക്ക് നമ്മുടെ കടങ്ങളും കാര്യങ്ങളും നമ്മൾ കൊടുത്തു തീർക്കുന്നു. ഓക്കെ, ഇതാണ് ഒരു എന്താ പറയുക സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോസസ്. ലിക്വിഡേഷൻ പ്രോസസ് എന്താണെന്ന് ചോദിച്ചാൽ അങ്ങനെയാണ്. ഓക്കെ, അപ്പം ഞാൻ ഈ കൊടുക്കുന്നു എന്ന് പറഞ്ഞല്ലേ, പേയ്മെന്റ് ചെയ്യുന്നു അല്ലെങ്കിൽ കടങ്ങൾ കൊടുത്ത് തീർക്കാനുള്ളത് തീർക്കുന്നു എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഓർഡർ ഉണ്ട്. ഓക്കെ, ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്?
ഓണേഴ്സാണ്. ഓക്കെ, എനിക്ക് തോന്നുന്നു നിങ്ങൾ കമ്പനീസ് അക്കൗണ്ട്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അറിയായിരിക്കും, എപ്പോഴും എൻ്റെ അകത്ത് പറയുന്ന ഒരു സംഭവമാണ് അറ്റ് ദി ടൈം ഓഫ് ഫൈൻഡിങ് ഓഫ് ദി കമ്പനീസ് അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഏറ്റവും പറയുന്ന ഒരു സംഭവമാണ്, ഒരു മെയിൻ പോയിന്റ് ആണ് എന്താണ്, അറ്റ് ദി ടൈം ഓഫ് ഫൈൻഡിങ് ഓഫ് ദി കമ്പനീസ് എല്ലാം ഇതും കൊടുത്തതിന് ശേഷം ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കത്തുള്ളൂ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അത് തന്നെയാണ് ഇവിടെയും. അതിനൊരു ഓർഡർ ഉണ്ട്. ഓക്കെ, ചുമ്മാതെ ആദ്യമേ ഇത്ര രൂപ എനിക്ക് ബാക്കി ഉണ്ട്, ഓക്കെ, അല്ലെങ്കിൽ ഇപ്പം എൻ്റെ കയ്യിൽ ആസറ്റ് വിറ്റതിന് ശേഷം എൻ്റെ കയ്യിൽ ഒരു 2 ലക്ഷം രൂപയുണ്ട്, ആ 2 ലക്ഷം രൂപയിൽ നിന്ന് എനിക്ക് കൊടുത്തു തീർക്കാനുള്ളവർക്ക് അത് കൊടുത്തു തീർക്കണം എന്നുള്ളൊരു സംഭവം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ കൊടുത്തു തീർക്കാനുള്ളത് ഞാൻ അങ്ങ് വെറുതെ ഡിസൈഡ് ചെയ്യുവാണ്, അല്ലെങ്കിൽ വെറുതെ ഡിസൈഡ് ചെയ്യുക ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ആദ്യം കൊടുക്കാം പറ്റില്ല, ഓക്കെ, അല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ആദ്യം കൊടുക്കാൻ പറ്റില്ല. ഇതിനൊരു ഓർഡർ ഉണ്ട്. ഈ ആദ്യം കൊടുത്തു തീർക്കേണ്ട, പേയ്മെൻറ്റ് കൊടുത്തു തീർക്കേണ്ട അല്ലെങ്കിൽ കടം കൊടുത്തു തീർക്കേണ്ടതിന് ഒരു ഓർഡർ ഉണ്ട്. അതനുസരിച്ച് മാത്രമേ നമുക്ക് ആ പൈസ കൊടുത്തു തീർക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ആ ഓർഡറാണ് ഇവിടെ കൊടുത്തേക്കുന്നത്, ഓർഡർ ഓഫ് പേയ്മെൻറ്റ്. ഓക്കെ, ദ എമൗണ്ട് റിയലൈസ്ഡ് ഫ്രം ദി അസറ്റ്സ് നോട്ട് സ്പെസിഫിക്കലി പ്ലെഡ്ജ്ഡ് ആൻഡ് ദി എമൗണ്ട്സ് കോൺട്രിബ്യൂട്ടഡ് ബൈ ദ കോൺട്രിബ്യൂട്ടേഴ്സ് മസ്റ്റ് ബി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ദി ലിക്വിഡേറ്റർ ഇൻ ദ ഫോളോയിങ് ഓർഡർ. ഉദ്ദേശിക്കുന്ന ചില അസറ്റുകളുണ്ട്. ഓക്കെ, അതാണ് ആദ്യം ഇവർ കൊടുത്തേക്കുന്നത്. എന്താണ്, ചില അസറ്റിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ, ഇത് നമ്മൾ പ്ലെഡ്ജ് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ലോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഒരു ഹോം ലോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തിനെങ്കിലും ലോൺ എടുത്തുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു സാധനം സെക്യൂരിറ്റി എന്നുള്ള രീതിയിൽ വെക്കും. ഓക്കെ, അത് വെച്ചിട്ടായിരിക്കും നമ്മൾ ലോൺ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ലോൺ എമൗണ്ട് അടച്ചില്ല എന്നുണ്ടെങ്കിൽ അവർ ജപ്തി ചെയ്ത്, ഇപ്പോൾ ഹോം ലോൺ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ വീട് തന്നെ ആയിരിക്കും എന്താണ് നമ്മുടെ സെക്യൂരിറ്റി എന്നുള്ള രീതിയിൽ വെച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ലോൺ അടച്ച് തീർത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ആ വീട് അവർ ജപ്തി ചെയ്തുകൊണ്ട് പോകുമെന്ന് പറയത്തില്ല, അത് സെക്യൂരിറ്റിയാണ്. ഓക്കെ, അവരത് ലോൺ അടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ അസറ്റായി അല്ലെങ്കിൽ ആ വീട് അവർ എടുത്തുകൊണ്ട് പോകുമെന്ന് പറയുന്ന സെയിം സംഭവമാണ് ഈ കമ്പനിക്കാണെങ്കിലും ചില അസറ്റുകൾ നമ്മൾ പ്ലെഡ്ജ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ചില ആൾക്കാർക്ക് ഇങ്ങനെ ചില ആൾക്കാരുടെ കയ്യിൽ നിന്ന് നമ്മൾ കടം വാങ്ങിക്കുമ്പം അവർ വെറുതെ നമുക്ക് കടം തരൂല്ല. അവർ പറയും നിങ്ങളുടെ ഏതെങ്കിലും ഒരു അസറ്റ് വേണം, ഓക്കെ, അത് ഞങ്ങൾക്ക് സെക്യൂരിറ്റി എന്നുള്ള രീതിയിൽ തരണം, അപ്പം നിങ്ങൾ ഈ കടം തന്നു തീർത്തില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആ സാധനം എടുത്തുകൊണ്ട് പോകും. ഓക്കെ, ക്ലിയർ ആണേ? ആ സംഭവമാണ് ഈ പ്ലെഡ്ജ് എന്നുള്ള ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇപ്പം എന്ത് അസറ്റും ആവും, എല്ലാം അങ്ങനെ കടങ്ങളൊന്നുമില്ല. അപ്പം നമ്മൾ ചെറുതായിട്ട് ഇത് ചെയ്യുന്നുണ്ട്, ഗുഡ്സ് ആൻഡ് സർവീസസ്, ഗുഡ്സ് നമ്മൾ വാങ്ങിക്കുന്നു, നമുക്ക് വിൽക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് ഗുഡ്സ് വാങ്ങിക്കുന്നു. ആ ഗുഡ്സ് വാങ്ങിക്കുമ്പം നമ്മൾ കടത്തിനായിരിക്കും അത് വാങ്ങിക്കുന്നത്. കടത്തിന് വാങ്ങിക്കുമ്പം അതിനൊന്നും ചിലപ്പോൾ നമ്മളെന്താണ് ഇതേപോലെ അസറ്റ് പ്ലെഡ്ജ് ചെയ്യണോ കാര്യങ്ങളൊന്നുമില്ല. അതൊരു എന്താണ് എഗ്രിമെൻ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ കൊടുത്തു തീർക്കണം എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ചില കേസസിൽ വരുമ്പം അവരെന്ത് ചെയ്യും, ഇതേപോലെ അസറ്റ് പ്ലെഡ്ജ് ചെയ്യണം, നമ്മൾ സെക്യൂരിറ്റി എന്നുള്ള രീതിയിൽ വെക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെ വെച്ചിട്ടുള്ള അസറ്റ് നമുക്ക് വിൽക്കാൻ പറ്റൂല, അത് അവർക്ക് കൊടുക്കണം. ഓക്കെ, അത് അവർക്ക് കൊടുത്തേ പറ്റും. ആർക്കാണോ കൊടുക്കേണ്ട അല്ലെങ്കിൽ ആരുടെ ഇത് ബേസിലാണോ നമ്മൾ സെക്യൂരിറ്റി വെച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ അവർക്കേ അത് കൊടുത്തു തീർക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ അവർക്ക് മാത്രമേ അതിന് അവകാശമുള്ളൂ. ഓക്കെ, അപ്പം പ്ലെഡ്ജ് ചെയ്യാത്തതായിട്ടുള്ള അസറ്റ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വിറ്റിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പൈസ എടുത്തിട്ട് ബാക്കിയുള്ള കടങ്ങൾ നമ്മൾ തീർക്കുന്നു. ഓക്കെ, പ്ലെഡ്ജ് ചെയ്യാത്തതായിട്ടുള്ള അല്ലെങ്കിൽ സെക്യൂരിറ്റി വെക്കാത്തതായിട്ടുള്ള അസറ്റ്. ഓക്കെ, അപ്പം അങ്ങനെ വെക്കാത്തതായിട്ടുള്ള, അതാണ് പറഞ്ഞത് നോട്ട് സ്പെസിഫിക്കലി പ്ലെഡ്ജ്ഡ്, അങ്ങനെ പ്ലെഡ്ജ് അല്ലെങ്കിൽ സെക്യൂരിറ്റി ആയിട്ട് വെക്കാത്ത അസറ്റുകൾ എങ്ങനെയാണ് അത് കൊടുത്തു തീർക്കേണ്ടത് എന്നുള്ളതാണ്. ഈ കോൺട്രിബ്യൂട്ടേഴ്സ് എന്താണെന്നുള്ള കോൺട്രിബ്യൂട്ടറീസ് എന്താണെന്നുള്ളതും നമ്മൾ പിന്നെ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം അത് നമുക്ക് അപ്പം നോക്കാം. ഇപ്പം നമുക്ക് എന്താണ് അല്ലെങ്കിൽ എങ്ങനെ ഏത് ഓർഡറിലാണ് ഇത് കൊടുക്കണ്ടേ എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞാൽ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ്. ഓക്കെ, ഫസ്റ്റ് കൊടുക്കുന്നത് പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിനാണ്. എന്നിട്ട് പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിന് കൊടുത്തതിന് ശേഷം, ഇപ്പം ഞാൻ സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറയാം, 1 lakh. ഓക്കെ, 1 lakh ആണ് ഞാൻ അസറ്റ് എല്ലാം കൂടെ വിറ്റിട്ട് എനിക്ക് കിട്ടിയ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 1 lakh ആണ്. ഓക്കെ, ക്ലിയർ ആണേ, കുഴപ്പമൊന്നുമില്ല. 1 lakh ആണ് എനിക്ക് ആസറ്റ് എല്ലാം വിറ്റപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയ പൈസ. ഓക്കെ, എന്നിട്ട് ഞാൻ ഈ പൈസ എനിക്ക് കൊടുക്കാനുള്ള ആൾക്കാർക്ക് ഓരോരുത്തർക്ക് കൊടുത്തു തീർക്കും. അപ്പം ആദ്യം ഞാൻ കൊടുത്തു തീർക്കുന്നത് പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിനാണ്. ഓക്കെ, പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിന് ഞാൻ ഒരു 30,000 കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഈ 1 lakh നിന്ന് ഞാൻ ഈ 30,000 കൊടുത്തു. ഓക്കെ, ബാക്കി ഇനി എത്രയുള്ള എൻ്റെ കയ്യിൽ 70,000 ഉള്ളൂ. ഓക്കെ, ആ 70,000 നിന്ന് ബാക്കി ഞാൻ ഡിബെഞ്ചർ സെക്യൂർഡ് ബൈ എ ഫ്ലോട്ടിംഗ് ചാർജ്. എനിക്ക് ഡിബെഞ്ചേഴ്സ് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ്, ഇൻട്രസ്റ്റ് നമ്മൾ കൊടുത്തോണ്ടിരിക്കണം, അതാണ് ഈ ഫ്ലോട്ടിംഗ് ചാർജ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ബാക്കി അങ്ങനെയുള്ള ഡിബെഞ്ചേഴ്സ് പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിന് 30,000 നമ്മൾ കൊടുത്തു. രണ്ടാമത് ആർക്കാണ് കൊടുക്കേണ്ടത്, ഡിബെഞ്ചർ സെക്യൂർഡ് ബൈ എ ഫ്ലോട്ടിംഗ് ചാർജ്. ഓക്കെ, അവർക്ക് ഒരു 10,000
കൊടുക്കാനുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അവർക്ക് കൊടുത്തതിന് ശേഷം പിന്നെ എത്രയും നമ്മുടെ കയ്യിലുള്ളൂ 60,000. ഇനി ആ 60,000 നിന്നും വീണ്ടും അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ എന്താണ്, പ്ലെഡ്ജ് ചെയ്യാത്ത ആൾക്കാരുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ എന്താണ് പ്ലെഡ്ജും സെക്യൂർ ചെയ്യാത്ത അല്ലെങ്കിൽ സെക്യൂരിറ്റി വെച്ചിട്ട് കടം കൊടുത്ത ആൾക്കാർ, സെക്യൂരിറ്റി വെക്കാതെ കടം കൊടുത്ത ആൾക്കാരാണ് അൺസെക്യൂർഡ്. സെക്യൂർ ചെയ്തിട്ടില്ല, ഒരു അസറ്റും സെക്യൂർ ചെയ്തിട്ടില്ല കമ്പനിയുടെ. അങ്ങനെയുള്ള ആൾക്കാർക്ക് ചിലപ്പം ഒരു 20,000 കൊടുക്കാം. ഓക്കെ, അപ്പം ഇപ്പൊ എവിടാണ് നമുക്ക് 60,000 ആണ്. 60,000 നിന്ന് വീണ്ടും 20,000 പോയിട്ട് നമ്മുടെ കയ്യിൽ ഇപ്പൊ എത്രയാണ്, 40,000 ഉള്ളൂ. ഓക്കെ, ഈ 40,000 ആയിരിക്കും നമ്മൾ വീണ്ടും എന്താണ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എന്നുള്ള രീതിയിൽ 20,000 ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്നുള്ള രീതിയിൽ 20,000 കൊടുക്കുന്നത്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ. ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിൾ ഇപ്പം എല്ലാവർക്കും കൊടുത്തു, നമ്മൾ ആ 1 ലക്ഷം എല്ലാവർക്കും കൊടുത്തു തീർത്തെന്ന് വിചാരിച്ചു. ഓക്കെ, നമുക്ക് കുഴപ്പമില്ല. ഇപ്പം നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1 lakh rupees ആണ് നമ്മുടെ അസറ്റ് നമ്മൾ വിറ്റപ്പോൾ നമ്മുടെ കയ്യിലുള്ള പൈസ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 1 lakh ആണ്. ഓക്കെ, അപ്പോൾ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിനാണ് ആദ്യം കൊടുക്കുന്നത്. അപ്പോൾ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിന് ഒരു 50,000 രൂപ നമ്മൾ കൊടുക്കാറുണ്ടായിരുന്നു. ഓക്കെ, നമ്മളത് കൊടുത്തു. ഓക്കെ, പിന്നെ അപ്പം ബാക്കി എത്ര ഉണ്ട്, 50,000 നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, ഡിബെഞ്ചർ ഹോൾഡേഴ്സിന് ഒരു 30,000 കൊടുക്കാനുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ 1 ലക്ഷത്തിൽ നിന്നാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇനി അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിനും ഒരു 20,000 കൊടുക്കാനുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് നോക്കിക്കേ, ടോട്ടൽ എത്ര ഇപ്പം 1 lakh ആയി. 1 lakh ആയിരുന്നു അസറ്റ് വിറ്റിട്ട് നമുക്ക് കിട്ടിയ പൈസ. ഓക്കെ, അസറ്റ് വിറ്റിട്ട് കിട്ടിയത് 1 lakh ആയിരുന്നു. അതിൽ എന്താണ് 1 lakh rupees നമുക്ക് ചിലവായി പോയി. പിന്നെ ബാക്കി ഈ പറഞ്ഞ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലും ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഹോൾഡേഴ്സിനും ഇത് കിട്ടൂ ഇല്ല. അതാണ് ഈ ഓർഡറിൻ്റെ ഇമ്പോർട്ടൻസ്. ഓക്കെ, വേറൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പം പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ്. ഓക്കെ, പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് ഒരു 80,000 രൂപ അവർക്ക് കൊടുത്തു തീർക്കാനുണ്ടായത്, നമ്മൾ കൊടുത്തു. ഓക്കെ, ഡിബെഞ്ചർ സെക്യൂർഡ് ബൈ ഫ്ലോട്ടിംഗ് ചാർജിന് ഒരു 20,000 കൊടുക്കണം. ഡിബെഞ്ചേഴ്സിന് 20,000 കൊടുക്കാനുണ്ടായി. ഓക്കെ, അപ്പം മൊത്തത്തിൽ എത്രയായി, 1 lakh rupees കഴിഞ്ഞു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന് ഈ പൈസ കിട്ടുമോ ഇല്ല. ഓക്കെ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്നുള്ള രീതിയിൽ അവർക്ക് കിട്ടുമോ ഇല്ല. ഓക്കെ, അപ്പോൾ ഇതിനെല്ലാം ഇനി ഇപ്പം വേറൊരു എക്സാമ്പിൾ നോക്കാം. നമ്മൾ പറഞ്ഞ പോലെ 1 lakh തന്നെയാണ് നമുക്ക് വിറ്റിട്ട് കിട്ടിയ പൈസ. അതിൽ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിന് നമുക്ക് മൊത്തത്തിൽ 1 lakh rupees കൊടുക്കേണ്ടി വന്നു. നമുക്ക് ആ 1 ലക്ഷം രൂപ വിറ്റിട്ട് കിട്ടിയുള്ളൂ, അസറ്റ് വിറ്റിട്ട്. ആ 1 lakh rupees കംപ്ലീറ്റ് പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിന് 1 lakh rupees ആയിരുന്നു നമുക്ക് കൊടുക്കാനുള്ളത്. ആ 1 lakh rupees നമ്മൾ കൊടുത്തു തീർത്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡിബെഞ്ചേഴ്സിന് കിട്ടൂല, അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന് കിട്ടൂല, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിന് കിട്ടൂല, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിനും കിട്ടൂല. ഓക്കെ, അപ്പം ഇതാണ് ഈ ഓർഡറിൻ്റെ ഇമ്പോർട്ടൻസ്. ഈ ഓർഡറിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ പൈസ കൊടുക്കുന്നത്. ഓക്കെ, ഇനി അതിനായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു സംഭവമാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ആയിട്ട് ബന്ധപ്പെട്ട എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അതോടെ നിൽക്കട്ടെ, അതുമായിട്ട് ബന്ധപ്പെട്ട സംഭവമാണ്. ഇപ്പം നമുക്ക് ഈ സെക്യൂർഡ് ക്രെഡിറ്റേഴ്സും അതേപോലെ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സും എന്താണെന്നുള്ളത് നോക്കാം. ഓക്കെ, സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞു സ്കീംസ് ആർ സെക്യൂർഡ് ആൻഡ് സ്പെസിഫിക് അസറ്റ്. ഓക്കെ, അവർക്ക് അസറ്റ് അവർ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ കടം തന്നു തീർത്തില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന അസറ്റ് ഞങ്ങൾ എടുത്തുകൊണ്ട് പോകും എന്നുള്ള രീതിയിൽ നിന്നും പറഞ്ഞുള്ള ഒരു അഗ്രിമെന്റ് ആണ് വെച്ചേക്കുന്നത്. ഓക്കെ, അപ്പം അതാണ് സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പം അവർക്ക് പറഞ്ഞ പോലെ വേറെ ഒന്നുമില്ല സംഭവം, വേറെ ഒരു കാര്യങ്ങളും നോക്കണ്ട, ആ അസറ്റ് അങ്ങ് എടുത്തോണ്ട് പോയാൽ മതി. ഓക്കെ, ആ അസറ്റ് എടുത്തിട്ട് നമുക്ക് വിൽക്കാൻ പറ്റൂല, കാരണം ഓൾറെഡി ഇത് ആർക്ക് കൊടുക്കാനുള്ളതാണ്, സെക്യൂർ ക്രെഡിറ്റേഴ്സിനും കൊടുക്കാനുള്ള അസറ്റാണ്. അത് നമുക്ക് വിറ്റിട്ട് അതിൽ നിന്ന് പൈസ എടുക്കാവുന്ന സംഭവം നമുക്ക് നടക്കൂല. ഓക്കെ, അപ്പോൾ അൺസെക്യൂർഡ് ആയിട്ടുള്ള അസറ്റ്സ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ പ്ലെഡ്ജ് ചെയ്യാത്ത അസറ്റ്സ് മാത്രമേ നമുക്ക് വിറ്റിട്ട് ആ പൈസ എടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇനി പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ സംടൈംസ് സം സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് ആർ പെയ്ഡ് ഇൻ പ്രയോറിറ്റി ടു ഓൾ ക്രെഡിറ്റേഴ്സ്. ഓക്കെ, അപ്പം പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് ഉദ്ദേശിക്കുന്ന സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്താണ്, അവർക്ക് അസറ്റ് എന്നുള്ള രീതിയിൽ സെക്യൂരിറ്റി ഉണ്ട്, ആ അസറ്റ് അവർക്ക് കിട്ടും. ഓക്കെ, പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ചില അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി ഇല്ലാത്ത ക്രെഡിറ്റേഴ്സ് ആണ്. ഓക്കെ, പക്ഷെ ബാക്കിയുള്ള ക്രെഡിറ്റേഴ്സിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇവർക്കായിരിക്കും ആദ്യം നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ഇവർക്ക് കൊടുത്തിട്ടായിരിക്കും ബാക്കിയുള്ള ക്രെഡിറ്റേഴ്സ്, എല്ലാവരും അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് ആണ്. ഓക്കെ, പക്ഷെ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ബാക്കിയുള്ള ക്രെഡിറ്റേഴ്സിനെയും കാട്ടി കൂടുതൽ കുറച്ചുള്ള ഒരു പ്രിഫറൻസ് അവർക്ക് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതിനെയാണ് പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. സച്ച് എ അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് വി എൻജോയ് എ പ്രിഫറൻസ് ഓവർ അതർ ക്രെഡിറ്റേഴ്സ്. ഓക്കെ, സംഭവം പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അൺസെക്യൂർഡ് ആണ്, അവർക്ക് അസറ്റിൽ ഒരു സെക്യൂരിറ്റിയോ കാര്യങ്ങളോ പ്ലെഡ്ജോ ചെയ്യാത്ത ഇതാണ്. പക്ഷേ ബാക്കിയുള്ള എന്താണ് ക്രെഡിറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പ്രിഫറൻസ് ഉണ്ട്. അപ്പോൾ അവർക്കായിരിക്കും ആദ്യം കൊടുത്ത്
തീർക്കുന്നത്. ഓക്കെ, ആദ്യം അവർക്കായിരിക്കും കൊടുത്തു തീർക്കുന്നത്. അതാണ് ദേ ഇവിടെ കണ്ടോ കൊടുത്തേക്കുന്നത്. ഈ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് തന്നെയാണ്. ഓക്കെ, പക്ഷെ അവർക്ക് പ്രിഫറൻസ് ഉണ്ട്. ഓക്കെ, അവർക്ക് കൊടുത്തിട്ട് മാത്രമേ ആർക്ക് പിന്നെ ഡിബഞ്ചേഴ്സിനും കൊടുത്തിട്ട് മാത്രമേ ഈ അൺസെക്യൂർഡ് ആയിട്ടുള്ള ബാക്കി ക്രെഡിറ്റേഴ്സിന് കൊടുക്കത്തുള്ളൂ. ഓക്കെ, അതാണ് പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ്. ഇനി അത് എന്തൊക്കെയാണെന്നുള്ള ഒരു 3 പോയിന്റ് അവർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നോക്കാം. All revenue taxes rate due from company to the central or state government or local authority within 12 months next before the commencement of winding up. ഓക്കെ, അപ്പോൾ ഈ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് ആരൊക്കെയാണെന്നുള്ള, അല്ലെ നമ്മൾ പൈസ കൊടുത്തു തീർക്കേണ്ട ആരൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒന്ന് സിമ്പിളായിട്ട് തന്നെ പറയാം, എന്താണ്? സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് അടയ്ക്കാനുള്ള റവന്യൂ ടാക്സസോ സെസ്സോ റേറ്റ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കത് ആദ്യം കൊടുത്തു തീർക്കണം. ഈ ഗവൺമെൻറ്റിന് കൊടുക്കാനുള്ള ടാക്സോ അല്ലെങ്കിൽ റവന്യൂയോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്ക് സെക്യൂരിറ്റി വല്ലതും ഉണ്ടോ? ഇല്ല, അവരെല്ലാം അൺസെക്യൂർഡ് ആയിട്ടുള്ള ക്രെഡിറ്റേഴ്സ് തന്നെയല്ലേ, നമ്മൾ പൈസ കൊടുക്കാനുള്ള ആൾക്കാരാണ്. ഓക്കെ, പക്ഷെ സെക്യൂരിറ്റിയോ കാര്യങ്ങളോ ഉണ്ടോ? ഇല്ല. പക്ഷെ അവർക്ക് ആണ് ആദ്യം പൈസ കൊടുക്കേണ്ടത്. ഓക്കെ, രണ്ടാമത് നോക്കാം. ഓൾ വേജസ് ഓർ സാലറീസ് ഓഫ് എനി എംപ്ലോയീസ് ഡ്യൂ ഫോർ എ പീരിയഡ് നോട്ട് എക്സീഡിങ് 4 months before the commencement of winding up and any compensation payable to workmen. ഓക്കെ, ഒന്ന് നമ്മൾ പറഞ്ഞു ഗവൺമെൻറ് എന്തെങ്കിലും പൈസ കൊടുക്കാനുണ്ടെങ്കിൽ അത് ആദ്യം കൊടുത്തു തീർക്കണം. രണ്ടാമത് എന്തെങ്കിലും വേജസ് ഓർ സാലറീസ് നമ്മുടെ എംപ്ലോയീസിന് കൊടുത്തു തീർക്കാനുണ്ടെങ്കിൽ അതും നമ്മൾ കൊടുത്തു തീർക്കുക. സിമ്പിൾ ഭാഷയിൽ പറഞ്ഞാൽ അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്തത് ഓൾ അക്രൂഡ് ഹോളിഡേ റെമ്യൂണറേഷൻ ബിക്കമിങ് പേയബിൾ ടു എനി എംപ്ലോയി ഓൺ അക്കൗണ്ട് ഓഫ് ഫൈൻ. ഇനി എന്തെങ്കിലും വേറെ ഹോളിഡേ റെമ്യൂണറേഷനോ കാര്യങ്ങളോ എംപ്ലോയീസിന് കൊടുക്കാനുണ്ടെങ്കിൽ അതും അവർക്ക് കൊടുത്തു തീർക്കണം. ഓക്കെ, അപ്പം ഗവൺമെൻറ്റിനും അതേപോലെ വേജസ് ഓർ സാലറീസ് അല്ലെങ്കിൽ ഹോളിഡേ റെമ്യൂണറേഷൻ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ ആദ്യം കൊടുത്തു തീർത്തതിന് ശേഷം മാത്രമേ പിന്നെ നമ്മൾ എങ്ങോട്ട് പോകത്തുള്ളൂ. അതെല്ലാം കൊടുത്തതിന് ശേഷമാണ് പിന്നെ ഡിബെഞ്ചർ ഹോൾഡേഴ്സിന് പൈസ കൊടുക്കുന്നത്. ഡിബെഞ്ചർ ഹോൾഡേഴ്സിന് പൈസ കൊടുത്തതിന് ശേഷമായിരിക്കും അൺസെക്യൂർഡ് ആയിട്ടുള്ള ക്രെഡിറ്റേഴ്സിന് കൊടുക്കുന്നത്. ഓക്കെ, അപ്പം പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ വീണ്ടും പറയുന്നു, എന്താണ്? അവർ അൺസെക്യൂർഡ് ആയിട്ടുള്ള ക്രെഡിറ്റേഴ്സ് തന്നെയാണ്. അവർക്ക് സെക്യൂരിറ്റിയോ കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ ഇവർക്ക് വേണം ആദ്യം കൊടുത്ത് തീർക്കാൻ. ഓക്കെ, അപ്പോൾ അത് വരുന്ന എന്താണ്? ഗവൺമെൻറ് വരുന്നുണ്ട്, എംപ്ലോയീസിന് സാലറി വരുന്നുണ്ട്, അതേപോലെ റെമ്യൂണറേഷൻ, ഹോളിഡേ റെമ്യൂണറേഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എംപ്ലോയീസിന് കൊടുത്തു തീർക്കണം. ഓക്കെ, അടുത്ത് നോക്കാം. യെസ്, ഇനി നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ആണ്. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് എന്ന് പറഞ്ഞ് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യും. ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് ഇത്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് എന്താണെന്നുള്ളത് നമുക്ക് ഫസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ,